الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ജുമഅക്ക് ശേഷം ജനാധിപത്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ജനാധിപത്യ സംവിധാനം കുഫ്റാണ് എന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി പ്രോത്സാഹനങ്ങൾ പറയാനോ അത് ഏറ്റവും നല്ല ഭരണഘടനയാണ് എന്ന് പറയാനോ ഇസ്ലാമിനേക്കാൾ നല്ലതാണ് എന്നോ ഇസ്ലാമിന് തുല്യമാണ് എന്ന് പറയാനോ അനുവാദമില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ജുമഅയിൽ അതിനുശേഷമുള്ള ദർസിലുമായി നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം, ഇലക്ഷൻ ഇസ്ലാമികമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമല്ല എന്നും ആരെങ്കിലും അതിൽ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് എന്നും കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും അനേകം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില ആളുകളുടെ സംശയങ്ങൾ വെറും പരിഹാസങ്ങളായിരുന്നെങ്കിൽ ചില ആളുകൾ അറിയാൻ വേണ്ടിയും മനസ്സിലാക്കാൻ വേണ്ടിയും സംശയം ചോദിച്ചവരാണ്. അപ്പോ അതിൽ പ്രസക്തമായ ചില ചോദ്യങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ മറുപടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. മിക്ക ആളുകളും ചോദിച്ച കാര്യം, നിങ്ങൾ പറയുന്നു ജനാധിപത്യം കുഫ്റാണിയാണ്. യഥാർത്ഥത്തിൽ ഈ വാദം ജമാഅത്തെ ഇസ്ലാമിയുടെ വാദമാണ്. ജമാഅത്തെ ഇസ്ലാമി ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞതല്ലേ നിങ്ങൾ ഇപ്പോൾ പറയുന്നു എന്ന് പല ആളുകളും ചോദിച്ചതായി കാണുന്നു. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമി അതല്ലെങ്കിൽ ആഗോളതലത്തിൽ ഇഖ്വാൻ മുസ്ലിമൂൻ അവർ ഹാക്കിമിയത്തിനെ മുന്നിൽ നിർത്തി നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങൾ അവ അഹ്ലുസുന്ന വൽ ജമാഅയുടെ രീതികളുമായി യാതൊരു നിലക്കും യോജിച്ചതല്ല. ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യം കുഫ്റാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഫലമായി ജനങ്ങളിൽ എന്ത് കാണാനാണോ അവർ ഉദ്ദേശിച്ചത് ആ ഫലം നമ്മൾ ഒരിക്കലും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. അവരാ വാദം കൊണ്ടുവന്നത് എന്തൊരു കാരണത്തിനാണോ ആ കാരണമല്ല നമ്മളിത് പറയാനുള്ള കാരണം. വ്യക്തമായി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയും നമ്മളും തമ്മിൽ ജനാധിപത്യ വിഷയത്തിൽ എവിടെയൊക്കെ വേർതിരിയുന്നു, അതല്ലെങ്കിൽ ഈ മസ്അലകളിൽ എവിടെയൊക്കെ വേർതിരിയുന്നു എന്ന കാര്യം ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമി തൗഹീദിനുള്ള 3 ഇനങ്ങളിൽ 4മതൊന്ന് പുതുതായി കൊണ്ടുവന്നു. അവർ പറഞ്ഞു തൗഹീദുൽ ഹാക്കിമിയ്യ, ഹാക്കിമിയത്തിന്റെ തൗഹീദ് എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. ആ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ നിർബന്ധമാണ്. എന്തിനധികം ചില സന്ദർഭങ്ങളിൽ അവർ പറഞ്ഞു തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, ശിർക്ക് ചെയ്യാൻ പാടില്ല. ജാറങ്ങളിലേക്കും അക്ബറുകളിലേക്കും വിഗ്രഹങ്ങളിലേക്കും ഔലിയാക്കന്മാരിലേക്കും അമ്പിയാക്കന്മാരിലേക്കും ഇബാദത്ത് നൽകുക എന്നത് പാടില്ലാത്ത കാര്യമാണ് എന്നു പറയുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത് ഹാക്കിമിയത്തിലെ തൗഹീദ്, അതായത് ഭരണഘടന ഇസ്ലാമികമായിരിക്കണം, ഇവിടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുന്ന നിയമങ്ങൾ ഇസ്ലാമിക നിയമമായിരിക്കണം. അങ്ങനെ നിയമങ്ങളുടെ കാര്യത്തിൽ നിയമം വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ് എന്ന തൗഹീദുൽ ഹാക്കിമിയ്യ, അതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്, അതാണ് ഏറ്റവും ഗൗരവത്തിൽ പറയേണ്ടത് എന്ന് ആവർത്തിച്ചു പറഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ പോയിന്റിൽ സലഫികളും ജമാഅത്തെ ഇസ്ലാമിയും വേർതിരിയുന്നു. ഒരിക്കലും ഒന്നാമത്തെ കാര്യം, സലഫികൾ ഒരിക്കലും തൗഹീദുൽ ഹാക്കിമിയ്യ എന്നതൊരു പ്രത്യേക വിഭാഗമാക്കി മാറ്റിയിട്ടില്ല. അള്ളാഹുവിന് മാത്രമാണ് വിധിക്കാനുള്ള അവകാശം എന്നത് തൗഹീദുൽ ഉലൂഹിയത്തിൽ പെട്ട കാര്യമാണ്. അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട കാര്യമാണ് അള്ളാഹ് മാത്രമേ വിധിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതൊരു പ്രത്യേക ഇനമാക്കി പറയുക എന്നത് സലഫുകളിൽ നിന്ന് ഒരാളിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു തെളിവും ആ വിഷയത്തിനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ഹാക്കിമിയ വാദക്കാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ പറഞ്ഞ അർത്ഥം ലാ ഹാക്കിമ ഇല്ലല്ലാഹ് എന്നാണ്, അള്ളാഹു അല്ലാതെ ഹാക്കിമില്ല എന്നാണ്. സലഫികൾ പറഞ്ഞ അർത്ഥം എന്താണ്? ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല എന്നാണ്. രണ്ടും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ഒന്ന് ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം എന്നാണ് പറയുന്നത്, മറ്റവർ പറയുന്നത് ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഒന്നായ ഹാക്കിമിയത്ത്,
അള്ളാഹുവാണ് വിധിക്കേണ്ടത് എന്ന കാര്യം, അതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു. ഇതും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ഒരു മാറ്റി ലാ ഹാക്കിമ ഇല്ലല്ലാ എന്ന് പറഞ്ഞു. തൗഹീദിന്റെ ഇനങ്ങൾ 3 ഇനങ്ങൾ സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട 3 ഇനങ്ങൾക്കപ്പുറത്തേക്ക് ബിദ്അത്തായിക്കൊണ്ട് പുതിയ തൗഹീദുൽ ഹാക്കിമിയ എന്ന 4ാമത്തെ ഇനം ജമാഅത്തെ ഇസ്ലാമിക്കാർ പുതിയതായി കൊണ്ടുവന്നു. അതിനോടൊപ്പം തൗഹീദുൽ ഉലൂഹിയത്തിലേക്ക് ക്ഷണിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യമുള്ള തൗഹീദുൽ ഹാക്കിമിയത്തിലേക്ക് ക്ഷണിക്കലാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞിരുന്നു. അവരുടെ നേതാവായ സയ്യിദ് ഖുതുബ് പറഞ്ഞത്, മരിച്ചുപോയ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന വിഷയത്തിൽ തിരുത്ത് നടത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികൾ അവർ അള്ളാഹുവിന്റെ ഹുക്മിൽ കൈകടത്തി എന്ന് സ്ഥാപിക്കലാണ് എന്ന്. എന്നിട്ട് അയാൾ പറഞ്ഞു, മരിച്ചവരെക്കാൾ വലിയ ഫിത്ന ജീവിച്ചവരിൽ നിന്നാണ് ഉണ്ടാവുക. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വിഷയത്തിലാണ് സംസാരിക്കേണ്ടത്, ഹാക്കിമിയത്തിന്റെ കാര്യമാണ് പറയേണ്ടത്. ഇത് അമ്പിയാക്കന്മാരുടെ ദഅവത്തിനെ തകിടം മറിക്കലാണ്. അമ്പിയാക്കന്മാരെല്ലാവരും മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു 13 കൊല്ലം പറഞ്ഞത് ഇവിടുത്തെ ഭരണം മാറണമെന്നാണോ? അല്ല, അവിടെ ആരാധിക്കപ്പെട്ടിരുന്ന ലാത്തയും മനാത്തയും ഉസ്സയും ഒക്കെ മാറ്റപ്പെടണമെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം ഭരിച്ചു. ഭരണത്തിന് വേണ്ടിയിട്ടാണ് നൂഹ് നബി പറഞ്ഞത്? ഒരിക്കലുമല്ല. അവരെല്ലാവരും ക്ഷണിച്ചത് തൗഹീദുൽ ഉലൂഹിയത്തിലേക്കാണ്, ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമാക്കണമെന്നാണ്. സൂറത്ത് ഹൂദിൽ പറഞ്ഞതുപോലെ അമ്പിയാക്കന്മാരിൽ പലരും ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്, യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറഹു. എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നിങ്ങൾ അല്ലാഹുവിന് അധികാരം കൊടുക്കുന്നല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ ഹുക്ം അംഗീകരിക്കുക എന്നല്ല, മറിച്ച് അല്ലാഹുവിന് നിങ്ങൾ ഇബാദത്ത് കൊടുക്കുക. ഇതാണ് അമ്പിയാക്കന്മാരെല്ലാവരും ആദ്യമായി ദഅവത്ത് നടത്തിയ കാര്യം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ പറഞ്ഞതോ, അവർ നേരെ തകിടം മറിച്ചു. തൗഹീദുൽ ഹാക്കിമിയാണ് ആദ്യം പറയേണ്ട കാര്യം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു. തൗഹീദുൽ ഹാക്കിമിയ എന്ന പുതിയ ഇനമുണ്ടാക്കി. ഇവിടെയൊക്കെ സലഫികളുമായി അവർ വ്യക്തമായി വേർതിരിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി തൗഹീദുൽ ഇബാദ, അതല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന കാര്യം, ജാറങ്ങളെയും മക്ബറകളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന കാര്യം, അത്തരം വിഷയങ്ങളിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളെ അവർ പുച്ഛിച്ചിരുന്നു, കളിയാക്കിയിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ പറയുന്നത് നാളെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഭരണം ജനാധിപത്യ ഭരണകൂടം മാറ്റണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അവിടുന്ന് ഖുത്ബ പറഞ്ഞത്. ഇവിടെ ഈ ഖുത്ബ പറയാനുള്ള കാരണം, മുസ്ലിങ്ങളിൽ ചിലർ ജനാധിപത്യം ശരിയാണ്, അതിന് സിന്ദാബാദ് വിളിക്കുന്നുണ്ട്. ആ മുസ്ലിങ്ങൾ അത് തിരുത്തണമെന്ന് പറയാനാണ്. അതല്ലെങ്കിൽ അമുസ്ലിങ്ങളോട് പോയിട്ട് നാളെ തന്നെ പോയി ജനാധിപത്യം കുഫറാണ് എന്ന് പറഞ്ഞ് ആദ്യത്തെ ദഅവത്തിന്റെ വിഷയമാക്കി അത് മാറ്റണമെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ നിലപാട്, പുതിയ നിലപാടതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ നിലപാട് തൗഹീദുൽ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ സംസാരിക്കുന്നത് ശാഖാപരമായ കാര്യങ്ങളാണ് എന്നായിരുന്നു. ജാറം കെട്ടിപ്പോക്ക് അത് ശാഖാപരമായ കാര്യം, അമ്പിയാക്കന്മാരോട് ചോദിച്ചത് ശാഖാപരമായ കാര്യം. ഇതൊക്കെ ശാഖാപരമായ കാര്യമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ഇസ്ലാമും കുഫറും വേർതിരിയുന്ന വിഷയമാണിത്. ഒരാൾ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അന്നത്തെ ദിവസം മുതൽ കാഫിറായി, മുസ്ലിമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാം ഈ വിഷയത്തിൽ നമ്മളുമായി തീർത്തും വിഭിന്ന നിലപാട് സ്വീകരിച്ച ആൾക്കാരാണ്. എങ്ങനെയാണ് ജമാഅത്ത് പറഞ്ഞ വാദം തന്നെയാണ് നമ്മുടെ വാദം? ഒരിക്കലുമല്ല, കഴിഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഈ വിഷയത്തിൽ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങളിൽ മറ്റൊന്ന്, ഹാക്കിമീയത്തിലെ തൗഹീദിനെ അംഗീകരിക്കാത്ത ആളുകളെ അവർ കാഫിറുകൾ എന്ന് മുദ്ര കുത്തിയിട്ടുണ്ട്. വ്യക്തമായ കാര്യമായിരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളുടെ, പ്രത്യേകിച്ച് അബുൽ അല അൽ മൗദൂദിയുടെയും അതുപോലെ തന്നെ സയ്യിദ് ഖുതുബിന്റെയും കിതാബുകളിലെ ചില ഉദ്ധരണികൾ വായിച്ചവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണിത്. അബുൽ അല മൗദൂദി അയാൾ പറഞ്ഞത്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് കൊടുത്താലും ഇസ്ലാം തന്നെയാണ് ശരിയായ ദീനി എന്ന് വിശ്വസിച്ചാലും അവൻ ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കാൻ അവൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, അതിനെതിരെയുള്ള വിപ്ലവം അവൻ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അവൻ കാഫിറാണ് എന്നാണ് മൗദൂദി പറഞ്ഞത്. നമുക്ക് ഈ വാദില്ല, നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ജനാധിപത്യ സംവിധാനം കുഫ്റാണ് എന്ന് വിശ്വസിക്കാത്ത ചില ആളുകൾ, അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ജനാധിപത്യത്തെ സിന്ദാബാദ് വിളിക്കുന്ന അനേക മുസ്ലിങ്ങളുടെ നാട്ടിലുണ്ട്. അവരൊക്കെ കാഫിറുകളാണ് എന്ന് നമ്മൾ മുദ്ര കുത്തിയിട്ടില്ല.
ഇപ്പോഴും നമ്മളത് പറയുന്നില്ല. അവർ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞ വാദങ്ങളിലൊക്കെ പിന്നോട്ട് വന്നു. ഇന്ന് അവർ ജനാധിപത്യത്തിന്റെ കാവലാളുകളായി മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും ഇപ്പോഴും പറയുന്നില്ല ജനാധിപത്യം ശരിയാണ് എന്ന് വാദിക്കുന്ന ആളുകൾ കാഫിറാണ് എന്ന ഹുക്മ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവരെ മുഖത്തോക്കി നീ കാഫിറാണ് നമ്മൾ പറഞ്ഞിട്ടില്ല. അതിന് അവരുടെ അടുക്കൽ തെളിവ് സ്ഥാപിക്കണം. അവർക്ക് വല്ല വ്യാഖ്യാനങ്ങളും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ആ വിഷയം ഞാൻ പറയുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ നമുക്കത് ആ വിഷയത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് ഇസ്ലാമികേതര ഭരണകൂടങ്ങൾക്ക് കീഴിൽ ജീവിക്കുന്ന മനുഷ്യൻ കാഫിറാണെന്നാണ്. അതിനെ അവൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവരുടെ പുസ്തകങ്ങൾ വ്യക്തമായി പറഞ്ഞു. അതിനെതിരെ അവൻ പോരാടിയിട്ടുണ്ടെങ്കിൽ പോലും അവൻ കാഫിറാണ് എന്ന് ചില സമയത്ത് ജമാഅത്തുകാർ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്നുണ്ടോ? നമ്മൾ ഒരിക്കലും ഈ വാദം അംഗീകരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദങ്ങളിൽ നമ്മൾ തമ്മിൽ ഈ വിഷയങ്ങളൊക്കെ വേറിട്ട് നിൽക്കുന്നുണ്ട്. തൗഹീദുൽ ഹാക്കിമിയ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു വിഭാഗം നമ്മൾ പറയുന്നില്ല. തൗഹീദുൽ ഹാക്കിമിയത്തിലേക്കാണ് ആദ്യം ക്ഷണിക്കേണ്ടത് എന്ന് നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ ശിർക്കും കുഫറും അതിനെ എതിർത്ത് സംസാരിക്കുക എന്നത് ശാഖാപരമായ കാര്യമാണെന്ന് നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ തൗഹീദുൽ ഹാക്കിമിയെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ താൻ ജീവിക്കുന്ന നാട്ടിലുള്ള ഭരണകൂടത്തിനെതിരെ ഇറങ്ങി പുറപ്പെടണമെന്ന് നമ്മൾ ഒരേപോലെ പറയുന്നില്ല. അതുപോലെ തന്നെ തൗഹീദുൽ ഹാക്കിമിയത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ കാരണത്താൽ, അറിവില്ലായ്മ കാരണത്താൽ, വ്യാഖ്യാനങ്ങൾ കാരണത്താൽ വിശ്വസിക്കാത്തവൻ അവൻ കാഫിറാണെന്ന് നമ്മൾ മുദ്ര കുത്തുന്നില്ല. നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, ശരിയാണ്, ജനാധിപത്യം അത് ഇസ്ലാമിനേക്കാൾ നല്ലതാണ് എന്ന് പറയുന്നവൻ കാഫിറാണ്. പക്ഷെ ഇവിടെ ജനാധിപത്യത്തിന് സിന്ദാബാദ് വിളിക്കുന്ന പല ആളുകളോടും വ്യക്തമായി നമ്മൾ ചോദിച്ചാൽ, അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചാൽ, അവരോട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്താൽ അവർ പലപ്പോഴും എന്തേ പറയുള്ളൂ, ഇത് ഞങ്ങൾക്ക് മുന്നേ അറിയില്ലായിരുന്നു, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മുന്നേ മനസ്സിലായിട്ടില്ലായിരുന്നു, നിങ്ങൾ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് എന്ന് പറയും. അവരെ പോയിട്ട് കാഫിർ എന്ന് വിളിക്കാൻ നമ്മൾ തയ്യാറല്ല. മാത്രമല്ല, ഇവിടെ നടക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് ഈ വിശ്വാസത്തെക്കുറിച്ച് അറിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവരൊന്നും കാഫിറുകളാണ് എന്ന് മുദ്ര കുത്താൻ നമ്മൾ തയ്യാറല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി തക്ഫീർ ആം, മൊത്തത്തിലുള്ള ഈ തക്ഫീർ, മുസ്ലിം ഉമ്മത്ത് ബഹുഭൂരിപക്ഷവും കുഫാറുകളാണ് എന്ന വാദം ജമാഅത്തെ ഇസ്ലാമി പ്രകടമായി പറഞ്ഞ ആളുകളാണ്. സയ്യിദ് ഖുത്ബ് പറഞ്ഞത് ജാഹിലിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. അതായത് ഇസ്ലാമല്ല ഇന്നുള്ളത്, മറിച്ച് ജാഹിലിയത്താണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നാണ്. അതായത് ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരോട് ജീവിക്കുന്നില്ല എന്ന്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത് കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളൂ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു, കാരണം സമയം ദീർഘിക്കുമെന്ന്. പല വിഷയങ്ങളും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് നമുക്ക് യോജിപ്പുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ അതേ വാദം അതുപോലെ കോപ്പി അടിച്ച് പറയല്ല നമ്മൾ പറയുന്നത് ഇത്ര മാത്രമാണ്: അള്ളാഹുവിനാണ് ഹുക്മിനുള്ള അധികാരം, വിധി പറയാനുള്ള അധികാരം അള്ളാഹ്ക്കാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി പറയാനുള്ള അധികാരം അള്ളാഹുവിനാണ്. അള്ളാഹുവിന്റെ വിധിയാണ് ഇവിടെ നടപ്പിലാക്കപ്പെടേണ്ടത്. അത് നടപ്പിലാക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിയേക്കാൾ നല്ല വിധി ജനാധിപത്യമാണ് എന്നോ, അതല്ലെങ്കിൽ ഗോത്രവിധികളാണ് എന്നോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിലുള്ള വിധികളാണോ എന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ്. അവൻ കാഫിറാണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം ഓരോ വ്യക്തിയെയും അങ്ങനെ എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ അപ്പൊ തന്നെ അവന്റെ മുഖത്ത് നോക്കി കാഫിറാന്ന് വിളിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നല്ല. ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട്, ഉറുക്ക് കെട്ടിയവൻ ശിർക്ക് ചെയ്തു. അതിന്റെ അർത്ഥം ഉറുക്ക് കെട്ടിയവന്റെ മുഖത്ത് നോക്കി ഇപ്പൊ തന്നെ ശിർക്ക് ചെയ്തെന്ന് പറയണമെന്നല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് തക്ഫീർ മുഅയ്യനാണ്, ഒന്ന് തക്ഫീർ ആമാണ്. ഒന്നാമത്തേത്, ഒരാൾ ചിലപ്പോൾ കുഫറിന്റെ പ്രവർത്തനം ചെയ്തേക്കാം, പക്ഷെ അയാൾ അതുകൊണ്ട് കാഫിറായിക്കൊള്ളുന്നില്ല. കാരണം ചിലപ്പോൾ അയാൾ അറിവില്ലാതെ ചെയ്തായിരിക്കും. എന്നാൽ അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടും അയാൾക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടും പിന്നെ അയാൾ എന്ത് ചെയ്യണം, ആ വാദത്തിലേക്ക് പോവുകയാണെങ്കിൽ അയാൾ കാഫിറാണെന്ന് പറയേണ്ടത് ആരാണ്? പണ്ഡിതന്മാരാണ്, സാധാരണക്കാരല്ല. ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ തമ്മിൽ വ്യക്തമായി എതിരാണ്. ജമാഅത്തിനോട് നമുക്ക് ഈ വിഷയത്തിൽ യോജിപ്പില്ല. ഇനി ജമാഅത്തെ ഇസ്ലാമി ഹാക്കിമിയത്ത് പറഞ്ഞിട്ട് അവരെന്താ ചെയ്തത്? സിമി എന്ന സംഘടന ഉണ്ടാക്കി, യുവാക്കളെ സംഘടിപ്പിച്ചു, ഭരണകൂടത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഇതിലൊന്നുപോലെ നമ്മൾ പറയുന്നില്ല. അങ്ങനെ ചെയ്യരുതെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഭരണകൂടത്തിനെതിരെ തിരിയാൻ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ശക്തിയില്ലാത്ത സമയമാണ്. ഈ സന്ദർഭത്തിൽ ഭരണകൂടത്തിനെതിരെ തിരിയുക എന്നത് സാധിക്കുന്ന കാല വിഷയം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി വിശദീകരിക്കാം. അതുപോലെ തന്നെ അപ്പൊ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ അതേ വാദം അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. മറിച്ച് ജമാഅത്ത് പറഞ്ഞതിൽ ചിലത് ഹക്കാണ്. ഉദാഹരണത്തിന് ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞിരുന്നു, ഇവിടെ ബ്രിട്ടീഷ് ഭരണം പോയി ജനാധിപത്യ ഭരണം വന്നു കഴിഞ്ഞാൽ അത് ലാത്ത പോയി മനാത്ത വന്നത് തുല്യമാണ്. അപ്പറഞ്ഞ് ശരിയാണ്.
ആ പറഞ്ഞതിന് ചില ആളുകൾ എതിർത്തിട്ടുണ്ട്. അത് അവരുടെ അബദ്ധമാണ്. ഞാൻ മനസ്സിലാക്കിയത് മിക്കവാറും നിങ്ങൾ ഉമർ മൗലവിയുടെയോ കെ മൗലവിയുടെയോ ഈ വിഷയത്തിലുള്ള സംസാരങ്ങൾ വായിച്ചു നോക്കൂ. അവരൊന്നും പിൽക്കാലക്കാർ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു കാലഘട്ടം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും ഒന്നാണെന്ന് വിചാരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം പിൽക്കാലക്കാർ എതിർത്തതുപോലെയല്ല ആദ്യകാലത്തുള്ള ആളുകൾ ഇസ്ലാമി പണ്ഡിതന്മാർ ജമാഅത്ത് ഇസ്ലാമി എതിർത്തത് പല വിഷയങ്ങളിൽ. ലാത്ത പോയി മനാത്ത വന്നു എന്ന് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞതിന് പലരും എതിർത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അത് കേട്ടിട്ടുള്ളത് പിൽക്കാലക്കാരായ ആളുകളിലാണ്. ജനാധിപത്യം വന്നപ്പോൾ ഉണ്ടായത്, ബ്രിട്ടീഷ് ഭരണം പോയി ജനാധിപത്യ ഭരണം വന്നപ്പോൾ ഉണ്ടായത് ലാത്ത പോയി മനാത്ത വരലാണ്. അത് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് ശരിയായിരുന്നു. ശരി തന്നെ, രണ്ടും ഒരേപോലെ തന്നെയാണ്. രണ്ടും കുഫർ തന്നെയാണ്, രണ്ടും ഇസ്ലാമല്ല. ബ്രിട്ടീഷുകാർ ഭരിച്ചാലും ഇന്ദിരാഗാന്ധി ഭരിച്ചാലും കുഫർ തന്നെയാണ്. അതിൽ മാറ്റം ഉണ്ടായിട്ടില്ല. കോലത്തിലും പേരിലും ആളുകൾ മാറിയതുകൊണ്ട് കുഫർ മാറും? ഒരിക്കലുമില്ല. അപ്പോൾ കുഫർ തന്നെയാണ്. അതാണ് അവർ ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ സത്യം തന്നെയാണ്. അതിൽ ആളുകൾ ചിലർ എതിർത്തിട്ടുണ്ടെങ്കിൽ ആ എതിർത്ത ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതല്ലാതെ എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമി പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നു എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പല വിഷയങ്ങൾ ജമാഅത്തുമായി നമുക്ക് എന്തുണ്ട്, എതിർപ്പുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിച്ചോളാം. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അവസാനം ഞാൻ മറുപടി പറയാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പല ആളുകളും ചോദിച്ചു, ജനാധിപത്യ സംവിധാനം കുഫ്റാണ് എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭരണകൂടത്തിനെതിരെ വിപ്ലവം നടത്താനാണ്. അത് ഞാൻ ഖുതുബയുടെ അവസാനത്തിൽ തന്നെ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഒരിക്കലും ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം നാളെ തന്നെ പാർലമെന്റിലേക്ക് അരച്ചു കയറി എല്ലാവരും കൂടി തോക്കും വാളെടുത്ത് പോയിട്ട് അവിടെ പോയി ഷഹീദാണെന്നല്ല. ഈ കാര്യം നമ്മൾ വെറുതെ പറയുന്നതുമല്ല, പണ്ഡിതന്മാർ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ജമാഅത്ത് ഇസ്ലാമി നമ്മളും തമ്മിൽ അകന്നുന്നൊരു വിഷയമാണിത്. അവർ സിമി ഉണ്ടാക്കി എന്നിട്ട് മുസ്ലിം സമൂഹത്തെ സംഘടിപ്പിക്കുകയും എന്നിട്ട് ഭരണകൂടത്തിനെതിരെ വിപ്ലവം നടത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഈ കാര്യത്തിൽ നമ്മൾ ജമാഅത്ത് ഇസ്ലാമി തമ്മിൽ എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം മക്കയിൽ ജീവിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഒന്നും അവിടുന്ന് എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഭരണം ഇവിടെ മാറ്റണമെന്ന് പറയുകയോ അതല്ലെങ്കിൽ ഉള്ള സഹാബികളെ ഒരുമിച്ച് കൂട്ടി, ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലുള്ള വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു, ഉള്ളവരെ ഒരുമിച്ച് കൂട്ടി നമുക്ക് ഇവിടുത്തെ ഭരണം അട്ടിമറിക്കാം എന്ന് പറയുകയും രഹസ്യ സംഘടനകൾ ഉണ്ടാക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടില്ല. മക്കയിൽ 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കഅബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുക്കൽ വന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. കഅബയിൽ അവിടെ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹങ്ങളെ എതിർത്ത് സംസാരിക്കാറുണ്ടായിരുന്നു. അത് പറയുന്ന സന്ദർഭത്തിലൊക്കെ കഅബയിൽ 365 വിഗ്രഹങ്ങൾ നിരന്നിരിക്കാൻ ഒരു വിഗ്രഹത്തെ പോലും റസൂലുള്ള കൈകൊണ്ട് തൊട്ട് തകർത്തിട്ടില്ല. മക്ക കാലഘട്ടത്തിൽ ഒരൊറ്റ വിഗ്രഹത്തെ തകർത്തിട്ടില്ല. അതിന്റെ അർത്ഥം വിഗ്രഹമൊന്നും തകർക്കാൻ വേണ്ടി ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല എന്നല്ല. മക്കം ഫത്ത് കഴിഞ്ഞു വന്ന് ആദ്യം ചെയ്ത പണികളിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത എന്താണ്? വിഗ്രഹം തകർക്കലാണ്. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. സത്യം വന്നു, അസത്യം പോയിരിക്കുന്നു, അസത്യം തകർന്നു വീഴുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള വടി കൊണ്ട് എല്ലാ വിഗ്രഹങ്ങളും തല്ലി തകർത്തു. എപ്പോഴാണ് തകർത്തത്? ഭരണം കിട്ടിയതിനു ശേഷം. അപ്പൊ ഈ കാര്യങ്ങളിൽ ജമാഅത്ത് നമ്മൾ തമ്മിൽ എതിരാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശമൊന്നും ജനാധിപത്യം കുഫറാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിനെതിരെ വാളെടുത്ത് ഇന്നെ ഇറങ്ങണമെന്നല്ല. ഈ കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പോലുള്ള പണ്ഡിതന്മാർ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യയെ പോലുള്ള ആളുകൾ പറഞ്ഞു, ഒരു മുസ്ലിം അവൻ അനിസ്ലാമിക രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ, അവന് ശക്തിയില്ലാത്ത നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ, അവന് ശക്തിയില്ലാത്ത സമയത്താണ് ജീവിക്കുന്നതെങ്കിൽ, രണ്ട് സന്ദർഭം ഉണ്ടാവും. ചിലപ്പോൾ ശക്തിയില്ലാത്ത നാടായിരിക്കും, ചിലപ്പോൾ ആ സമയം അവന് ശക്തി കിട്ടാത്ത സമയമായിരിക്കും. നമ്മൾ ജീവിക്കുന്ന അവസ്ഥ പോലെ ഇന്ന് മുസ്ലിങ്ങൾ അവരുടെ വാക്കൊന്നല്ല, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പ്രകടമാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ അവർ വളരെ ദുർബലരാണ് പല കാര്യങ്ങളിലും. വിശ്വാസപരമായും ഭൗതികമായും മുസ്ലിങ്ങൾ വളരെ ദുർബലരാണ്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിം ഖുർആനിലുള്ള സബ്റിന്റെ ആയത്തുകളാണ് പ്രാവർത്തികമാക്കേണ്ടത്, ക്ഷമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ സന്ദർഭത്തിൽ ക്ഷമിക്കലല്ലാതെ നിവൃത്തിയില്ല. ഇവിടെ നടക്കുന്നത് കുഫറാണ്. ക്ഷമിക്കല്ലാതെ അതിനെതിരെ വാളുകൊണ്ട് എടുത്ത് അതിനെ എതിർക്കാൻ, കൈകൊണ്ട് അതിനെ എതിർക്കാനുള്ള ശക്തി നമുക്കില്ല. നാവുകൊണ്ട് എതിർക്കാനുള്ള ശക്തി നമുക്കുള്ളൂ. നാവുകൊണ്ട് എതിർക്കുക.
നാവ് കൊണ്ട് എതിർത്തു എന്നതിന്റെ അർത്ഥം അടുത്ത് വാളുകൊണ്ട് എതിർക്കാൻ ഇതാ ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോകണമെന്നല്ല. നാവ് കൊണ്ട് എതിർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അത് അവന്റെ കൈകൊണ്ട് എതിർക്കട്ടെ. ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി, കൈകൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കട്ടെ. ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി, അതിനും സാധിക്കുന്നില്ലെങ്കിൽ അവൻ ഖൽബുണ്ടെങ്കിൽ എതിർക്കട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്. ഇതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ജനാധിപത്യ ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിക്കണമെന്ന് പറയാൻ മാത്രം വിഡ്ഢികളല്ല നമ്മൾ. അത് ആത്മഹത്യാപരമായ തീരുമാനമാണ്. മുസ്ലിങ്ങൾ കുറച്ചാളുകൾ ശക്തിയില്ലാത്ത, ഒരുമിച്ച് നിൽക്കാത്ത, നേതൃത്വമില്ലാത്ത, പല കാര്യങ്ങൾ വ്യക്തമായ വീക്ഷണങ്ങൾ ഒരുമിച്ചിട്ടില്ലാത്ത മുസ്ലിങ്ങൾ ഇന്ന് ഒരു ദിവസം എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് പാർലമെന്റ് അടുത്തേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? തോക്കും ഒന്നും നമ്മുടെ കയ്യിലില്ല. ഒരായുധം നമ്മുടെ കയ്യിലില്ല, എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിലാണ്. അത് വിഡ്ഢിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പോലും അത് ചെയ്തിട്ടില്ല. അവിടത്തേക്ക് ഏറ്റവും നല്ല ഈമാനുള്ള സഹാബികൾ ഒപ്പമുണ്ടായിരുന്നു. എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആ പണി ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം ജനാധിപത്യം കുഫറാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിക്കണമെന്നല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അത് പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭരണത്തെ അട്ടിമറിക്കാനാണ്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. കാരണം സഹാബികളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ സുന്നത്തും ഈ കാര്യത്തിൽ വ്യക്തമാണ്. മക്ക ജീവിത കാലഘട്ടത്തിൽ അവിടുന്ന് ചെയ്തത് എന്താണ് എന്ന കാര്യം വ്യക്തമാണ്. ശരി, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ചോദ്യം പല ആളുകളും ചോദിച്ചു, പ്രത്യേകിച്ച് സൗദി അറേബ്യയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. ഇസ്ലാമിൽ നിങ്ങൾ പറയുന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി നടക്കൂല. ശരി, അപ്പൊ പിന്നെ ഇസ്ലാമിൽ എങ്ങനെയാണ് ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുക? എങ്ങനെയാണ് ഇസ്ലാമിൽ ഒരു ഭരണാധികാരിയായി വരിക? അതിന് ഉപചോദ്യമായി ചില ആളുകൾ ചോദിച്ചത്, ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ മക്കൾ ഭരണമാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഭരണം എങ്ങനെ മാറ്റും? ഇത് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിൽ എങ്ങനെ ഭരണം വരും? എങ്ങനെ ഇസ്ലാമിൽ ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കും? പ്രധാനമായും 4 വഴികളാണ് അതിനുള്ളത്. കാണാതെ പഠിക്കാൻ എളുപ്പമുള്ള കാര്യം. 4 വഴികളാണ് ഇസ്ലാമിൽ ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാനുള്ളത്. ആ 4 വഴികളും സഹാബികൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വഴി, ജീവിച്ചിരിക്കുന്ന ഭരണാധികാരി അടുത്ത ഭരണാധികാരി ആരാകണമെന്ന് പ്രഖ്യാപിക്കലാണ്. എനിക്ക് ശേഷം ഇന്നയാളാണ് ഭരണാധികാരിയാവേണ്ടത്, അത് പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ മരിക്കലാണ്. ഈ സുന്നത്ത് ആര് കാണിച്ചു തന്നെ? സഹാബികളുടെ കൂട്ടത്തിൽ ആരാണ് ഇത് കാണിച്ചു തന്നത്? അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അടുത്ത ഭരണാധികാരി ആരായിരിക്കും? ഉമറായിരിക്കും. എല്ലാവരും പിൽക്കാലഘട്ടത്തിൽ അത് അംഗീകരിച്ചു. അതാണ് സംഭവിച്ചത്. ഒന്നാമത്തെ രൂപം അതാണ്. ഭരണാധികാരി മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം പറയാണ്, അടുത്ത ഭരണാധികാരി ഇന്നയാളായിരിക്കും. ഇന്ന് പല രാജ്യങ്ങളും നടക്കുന്ന ഭരണരൂപം, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇന്ന് നടക്കുന്ന രൂപം ഇതാണ്. അടുത്ത ഭരണാധികാരി ആരാണ് എന്ന് ഇന്നത്തെ ഭരണാധികാരി തീരുമാനിക്കും. ചിലപ്പോൾ അതിന്റെ അടുത്ത ഭരണാധികാരി ആരാണെന്ന് കൂടി തീരുമാനിച്ചിട്ടുണ്ടാവും. ഇന്നയാള് രാജാവ്, അതിന്റെ ഉപരാജാവ് അടുത്തയാൾ. ഇങ്ങനെ വരെ തീരുമാനിച്ചിട്ടായിരിക്കും മിക്ക ഭരണാധികാരികളും മരിച്ചു പോകുന്നത്. ഇത് സഹാബികൾ കാണിച്ചെന്ന രീതിയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ രൂപം, ഭരണം തെരഞ്ഞെടുക്കാനുള്ള രണ്ടാമത്തെ രൂപം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത രൂപം. എന്തായിരുന്നു രൂപം? ഒരു ഷൂറയെ തീരുമാനിച്ചു. കുറച്ച് ആളുകളെ അദ്ദേഹം നിശ്ചയിച്ചു. ആരൊക്കെയായിരുന്നു അവര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ്, പിന്നെ സഹാബികളിൽ മറ്റ് 4 പേർ. അശ്റത്തുൽ മുബശ്ശിരിൽ ബാക്കിയുണ്ടായിരുന്ന 4 ആൾക്കാർ. ഇങ്ങനെ 6 പേരെ ഉമർ ഇബ്നുൽ ഖത്താബ് തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കും. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ 5 ആളുകൾ ഒരു തീരുമാനം പറയുകയും ഒരാൾ മാത്രം അതിനെ എതിർക്കുകയും ചെയ്യുകയാണെങ്കിൽ, എന്നാൽ അയാൾ ആ തീരുമാനം ഒരിക്കലും അംഗീകരിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അയാളെ തല നിങ്ങൾ വെട്ടിക്കളഞ്ഞു. പലപ്പോഴും ഈ ഒരു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു നിലപാടാണ് പല ആൾക്കാരും ഇലക്ഷന് തെളിവാക്കുന്നത്. ഇതും ഇലക്ഷനും തമ്മിൽ വളരെയധികം വൈരുദ്ധ്യമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഷൂറയെ തീരുമാനിച്ചു. ആ ഷൂറ കൂടിയിട്ട് ഒരു ഭരണാധികാരിയെ തീരുമാനിക്കുക അവരുടെ കൂട്ടത്തിൽ നിന്ന്.
ഇന്ന് പല ആളുകളും ഇന്ന് നാട്ടിൽ നടക്കുന്ന ഇലക്ഷൻ ഈ രീതിയോടാണ് അവര് ഉപമിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉപമിക്കാൻ സാധിക്കുക? ഉമർ റളിയല്ലാഹു അൻഹു നാട്ടിലുള്ള എല്ലാ ജനങ്ങളും കൂടി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ നാട്ടിലുള്ള സഹാബികൾ എല്ലാവരും കൂടി തീരുമാനിക്കട്ടെ എന്നുപോലും പറഞ്ഞിട്ടില്ല. സഹാബികൾ എല്ലാവരും കൂടി തീരുമാനിച്ച് അവരൊരു ഭൂരിപക്ഷം തീരുമാനിച്ചിട്ട് ഒരാളെ തീരുമാനിക്കട്ടെ അങ്ങനെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ കുറച്ചാളുകളെ തീരുമാനിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിലെ ഇലക്ഷന്റെ രൂപം എന്താ? 18 വയസ്സ് കഴിഞ്ഞാൽ അവനൊക്കെ ഭരണത്തിന്റെ കാര്യത്തിലുള്ള വോട്ട് ചെയ്യാൻ അവകാശം. 18 വയസ്സ് കഴിഞ്ഞ ആൾക്കൊക്കെ എന്ത് ചെയ്യാം? ഭരണകൂടത്തിന് വേണ്ടി ആര് ഭരണാധികാരിയാണെന്ന് തീരുമാനിക്കാം. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഭരണം ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ന് നമ്മൾ കാണുന്നൊക്കെ സംഭവിക്കും. ബുദ്ധിയില്ലാത്ത എന്താണ് ഭരണത്തിൽ ഇരിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ എങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് വിവരമറിയാത്ത ഷെഖ് സാലിഹ് ഫൗസാൻ അദ്ദേഹം പറഞ്ഞാൽ കാണാം, സാധാരണക്കാരായ ജനങ്ങൾക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പല മഫാസിദുകളുണ്ട് ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒക്കെ അതാണ്. ഒന്ന്, സാധാരണക്കാരായ ജനങ്ങളെ വേഗം പറ്റിക്കാൻ പറ്റും മറ്റുള്ളവരെക്കാൾ. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എല്ലാവർക്കും വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്താണ് മസ്ലഹത്ത്, എന്താണ് മഫ്സദത്ത്, എന്താണ് കൂടുതൽ കുഴപ്പമുള്ളത്, എന്താണ് ഏറ്റവും ശരിയായത്, ഇതൊന്നും തിരിച്ചറിയാൻ എല്ലാ സാധാരണക്കാർക്കും കഴിഞ്ഞോളുന്നില്ല. ഒന്ന്. രണ്ട്, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അതിൽ അതിലുള്ളവർ, നീതിയുള്ളവരുണ്ടാവും, നീതിയില്ലാത്തവരുണ്ടാവും, കള്ളനുണ്ടാവും, പിടിച്ചുപറിപ്പിക്കാരുണ്ടാവും, പല ജാതി ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് വോട്ട് വാങ്ങിക്കാൻ പറ്റും. ഭരണത്തിൽ വരുന്ന ആളുകൾ പലപ്പോഴും ഭരണത്തിന് യാതൊരു നിലയ്ക്ക് യോജിക്കാത്ത ആൾക്കാരായിരിക്കും. ഇതും ഇസ്ലാമിലെ ഷൂറയും തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ കഴിഞ്ഞ തവണ അത് പറഞ്ഞിരുന്നു. ഇപ്പൊ ഇസ്ലാമിൽ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാനുള്ള രണ്ടാമത്തെ വഴി ഉമർ ഇബ്നുൽ ഖത്താബ് കാണിച്ചെന്ന വഴിയാണ്. ഒരു ഷൂറയെ ഭരണാധികാരി തന്നെ തീരുമാനിക്കും. അവരുടെ ഇടയിൽ നിന്ന് ഒരാളെ അവർ തെരഞ്ഞെടുക്കുകയാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, അതല്ലെങ്കിൽ ഇതിൽ ഒന്നാമത്തെ രൂപമായി നമ്മൾ പറയേണ്ട കാര്യം മറന്നുപോയതാണ്. മൂന്നാമത്തെ രൂപമായി നിങ്ങൾ എണ്ണിക്കോളൂ. അഹ്ലുൽ ഹല്ല് വൽ അഖ്ദി എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിലെ നേതൃരംഗത്തിരിക്കുന്ന ആളുകൾ, അവരെ സാമൂഹികമായി അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, മതപരമായി നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കൂടി ഒരു തീരുമാനം പറയാം. അല്ലെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഒരു തീരുമാനം പറയാം. സാധാരണക്കാരല്ല, സാധാരണക്കാരെ നയിക്കുന്ന നേതാക്കന്മാർ, പണ്ഡിതന്മാര്. ഇസ്ലാമിക സമൂഹത്തിൽ ആരായിരിക്കും നേതൃത്വത്തിൽ ഉണ്ടാവുക? പണ്ഡിതന്മാരും അമീറന്മാരുമായിരിക്കും. ഓരോ നാട്ടിനും ഓരോ, മക്കക്കൊരു അമീർ, മദീനക്ക് ഓരോ അമീർ, ഇങ്ങനെ അമീറന്മാരുണ്ടാവും. ഇവരാണ് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദി എന്ന് പറയുന്ന വിഭാഗം. ഇവരെല്ലാരും കൂടി തീരുമാനിച്ച് ഒരാളെ തീരുമാനിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിൽ കയറിയത് അങ്ങനെയാണ് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ച അൻസാരികളിലെ അവരിലെ നേതാക്കന്മാരും അതുപോലെ തന്നെ മുഹാജിറുകളുടെ നേതാക്കന്മാരും ഒരുമിച്ച് തീരുമാനിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലുള്ള ആൾക്കാര് പറയണം അബൂബക്കർ ഭരണാധികാരിയാവട്ടെ. ഇതാണ് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദി എന്ന് പറയുന്ന വിഭാഗം. സമൂഹത്തിൽ പ്രാധാന്യമുള്ള നേതൃരംഗത്തുള്ള ആളുകൾ കൂടി ഒരു ഭരണാധികാരിയെ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചാൽ ഇസ്ലാമിക സമൂഹത്തിൽ അയാൾ ഭരണാധികാരിയാണ്. ഇതൊക്കെ ഇസ്ലാം കാണിക്കുന്ന വഴിയാണ്. ഇതിലൊന്നും ഈ ജാതി വിഡ്ഢിത്തായി കാണുന്ന, ഈ ജാതി പൊട്ടത്തരമായ തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതി കാണിച്ചിട്ടില്ല. 3. നാലാമത്തെ വഴി, 3 വഴി പറഞ്ഞു, ഒന്നുകൂടി ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാം. ഒന്ന്, ഇസ്ലാമിക സമൂഹത്തിലെ നേതൃത്വത്തിലുള്ള ആളുകൾ ഒരാളെ തീരുമാനിക്കാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ. അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഭരണാധികാരി അടുത്തയാൾ ആരാവെന്ന് പറയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചതുപോലെ. അതല്ലെങ്കിൽ ഒരു ഷൂറയെ തീരുമാനിച്ച ഷൂറയിൽ നിന്നൊരു ഭരണാധികാരി വരാം, അത് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ. നാലാമത്തെ വഴി, ഒരു നാട്, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഒരു ഭരണാധികാരി അയാൾ യുദ്ധം ചെയ്ത് ഇവിടെ കീഴടക്കുകയാണ്. ഒരു മുസ്ലിമായ ഭരണാധികാരി ഈ നാട് യുദ്ധം ചെയ്ത് കീഴടക്കി എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്, ഒരു നാട് ഒരു ഭരണാധികാരി കീഴടക്കി കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ വാളുകൊണ്ട് അയാൾ അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ നാട്ടിലെ ഭരണാധികാരി പിന്നെ അയാളാണ്. ഇതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഹദീസിൽ പറഞ്ഞത്? വസ്സംഇ വത്വാഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി.
അബിസീനിയക്കാരനായ ഒരു അടിമ നിങ്ങൾക്കുമേൽ അധികാരം ഏറ്റെടുത്താൽ, തഅമ്മറ എന്ന അറബി വാക്കിന്റെ അർത്ഥം ബലത്തിലൂടെ അധികാരം ഏറ്റെടുക്കുന്നതിന്, ബലപ്രയോഗത്തിലൂടെ അധികാരം ഏറ്റെടുക്കുന്നതിന് അറബിയിൽ തഅമ്മറ എന്ന് പറയും. ഒരാൾ ബലപ്രയോഗത്തിലൂടെ നിങ്ങൾക്കുമേൽ അധികാരം ഏറ്റെടുത്താലും നിങ്ങൾ കേൾക്കുക, അനുസരിക്കുക. അയാൾ ഭരണാധികാരിയാണ്. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അൽ മർവാൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ഭരണം ഉണ്ടായത്. അദ്ദേഹം വാള് കൊണ്ട് യുദ്ധം ചെയ്ത് ഭരണം പിടിച്ചടക്കി. അങ്ങനെയാണ് അദ്ദേഹം ഭരണാധികാരിയായി. എല്ലാവരും അവരുടെ വിരോധിക്കും. കാരണം അതാണ് മുസ്ലിങ്ങൾക്ക് നല്ലത്. ഒരാൾ ശക്തി കൊണ്ട് ഭരണം കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെതിരെ പോരാടുക എന്നുള്ളത് വെറുതെയാണ്. മാത്രമല്ല, തോറ്റു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അയാള് ഉദാഹരണത്തിന് ഇവിടെയുള്ള മുസ്ലിങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെയുള്ള ഏതെങ്കിലും അനീതി ചെയ്ത ഭരണാധികാരിക്കെതിരെ പോരാടിയെന്നായിരിക്കും. പോരാടിയിട്ട് അവർ തോറ്റു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ഭരണാധികാരിയുടെ ദുൽമ് വീണ്ടും വർദ്ധിക്കും, പണ്ടത്തേനേക്കാൾ കൂടും. സാധാരണ കണ്ടുവരാനുള്ള കാര്യമാണ്. അതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞത്, ശക്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ നിൽക്കരുത്? പോരാടാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഏതാണ്ടൊരു വ്യക്തമായ ഊഹമുണ്ടായിരിക്കണം. അബ്ദുറാജിഹ്, ഏതാണ്ട് നിങ്ങൾക്കൊരു വ്യക്തമായ ഉറപ്പുണ്ടായിരിക്കണം. ഇതിൽ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വിജയം കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരിക്കണം. ആ പ്രതീക്ഷയില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭരണകൂടത്തെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടരുത്. അങ്ങനെ പുറപ്പെട്ടാൽ എന്താ ചെയ്യുക? തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ദുൽമ് വീണ്ടും കൂടും. ഹജ്ജാജിനെതിരെ ഇബ്നുൽ അഷ്അസ് ഇറങ്ങിയതുപോലെ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരി ഇസ്ലാമിക സമൂഹത്തിൽ വലിയ ഫിത്ന ഉണ്ടാക്കിയ ആളായിരുന്നു. അനേകം ആളുകളെ അയാൾ കൊന്നുകളഞ്ഞിരുന്നു. പല ഔലിയാക്കന്മാരെയും അയാൾ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ കൊന്നുകളഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇബ്നുൽ അഷ്അസിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം പുറപ്പെട്ടു. അനേകം ആളുകൾ, എന്റെ അറിവിൽ 10,000-ഓളം ഹാഫിളീങ്ങൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ ഹിഫ്ളുള്ള പണ്ഡിതന്മാർ. ഇബ്നുൽ അഷ്അസിന്റെ നേതൃത്വത്തിൽ ഹജ്ജാജിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഹജ്ജാജ് അവരെ തോൽപ്പിച്ചു, തൂഫാനാക്കി കളഞ്ഞു തന്നെ പറയാം. യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. ഇയാൾ രാജാവാണ്, പട്ടാളവും ആയുധങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ബാക്കിയുള്ളവരോ അവർ സാധാരണക്കാരായ ആളുകൾ പോലും ഇതിലുണ്ട്. അവർ യുദ്ധത്തിനിറങ്ങി മറ്റാൾ തോൽപ്പിച്ചു കളഞ്ഞു. ഹജ്ജാജിന്റെ ക്രൂരത വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്തത്. മുസ്ലിങ്ങൾ കൂടുതൽ പ്രയാസത്തിലായി. അപ്പൊ ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞു, അബിസീനിയക്കാരനായ അടിമ നിങ്ങൾക്കുമേൽ അധികാരം ഏറ്റെടുത്താലും നിങ്ങൾ കേൾക്കാൻ ശരിക്കും ചെയ്യണം. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ സൂചന കൂടി നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത് തഅമ്മറ അലൈക്കും അബ്ദുൻ എന്നാണ്. അടിമ ഭരണം ഏറ്റെടുത്താൽ. സാധാരണഗതിയിൽ ഒരിക്കലും ഖലീഫ അടിമയാകാൻ പാടില്ല. ഖലീഫയുടെ ഷർത്തുകൾ പെട്ടതാണ്. ഒരാൾ ഖലീഫ ആവണമെങ്കിൽ ആ ഖലീഫ അടിമ ആവാൻ പാടില്ല, സ്വതന്ത്രനായിരിക്കണം. അടിമ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അടിമയുടമയും. അങ്ങനത്തെ അടിമകൾക്ക് ഭരണാധികാരിയാവാനുള്ള അവകാശം ഇസ്ലാമിലില്ല. പക്ഷെ ഇനി അങ്ങനെ ഒരാൾ ആയി എന്ന് നിങ്ങൾ വിചാരിക്കുക, എന്നാൽ കൂടി നിങ്ങൾ കേൾക്കാൻ ശരിക്കും ചെയ്യണം. അയാൾക്കെതിരെ തിരിയാൻ പാടില്ല. ഈ 4 രൂപങ്ങളും ഇസ്ലാമിൽ ഒരാൾ ഭരണാധികാരിയായി നിശ്ചയിക്കപ്പെടുന്നതിനുള്ള രീതികളാണ്. ഈ 4-ൽ ഒരു രീതി വന്നു കഴിഞ്ഞാൽ, ആ രൂപത്തിലൂടെ ഏതെങ്കിലും ഒരാൾ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ അയാൾ എന്തു വന്നു? അയാൾ ഇസ്ലാമിന്റെ ഭരണാധികാരിയായി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭരണാധികാരിയായി അയാൾ നിശ്ചയിക്കപ്പെട്ടു. ഇത് മുസ്ലിമിന്റെ കാര്യത്തിലാണ് കേട്ടോ, കാഫിറിന്റെ കാര്യത്തിലല്ല. കാഫിർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ സഹിക്കുക, സബർ ചെയ്യുക, ശക്തിയില്ലെങ്കിൽ. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അവിടുന്ന് ഹിജറ പോവുക. അതല്ലെങ്കിൽ ശക്തി ഉണ്ടെങ്കിൽ അയാളെ താഴ്ത്തിക്കറക്കാൻ നോക്കുക. ശക്തി ഉണ്ടെങ്കിൽ അയാളെ താഴ്ത്തിക്കറക്കുക, ശക്തി ഇല്ലെങ്കിൽ സബർ കൈക്കൊള്ള. ദീനനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ, ആ നാട്ടിൽ നിന്ന് ഹിജറ പോവുക. ഈ 3 അവസ്ഥകളാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ടാവുക. ഈ പറഞ്ഞ അവസ്ഥകൾ, ഈ പറഞ്ഞ 4 അവസ്ഥകൾ, ഇതിലേതിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇന്തിഖാബാത്തുകൾ, തെരഞ്ഞെടുപ്പുകൾ, പൊതു തെരഞ്ഞെടുപ്പുകൾ, അതിന് ഒരു തെളിവും കാണാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിലുള്ള പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് ഇതിലെവിടെയും ഖിയാസായിട്ടോ തെളിവായിട്ടോ ഒരു രൂപത്തിലുമുള്ള തെളിവ് കണ്ടെത്താൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. പണ്ഡിതന്മാരാരും ആ രൂപത്തിൽ തെളിവ് പിടിച്ചതായി കാണാൻ സാധിക്കുകയില്ല. അപ്പൊ പിന്നെ രണ്ടാമത്തെ ചോദ്യം, നേരത്തെ ചില ആളുകൾ ഞാൻ പറഞ്ഞ പോലെ, അങ്ങനെയാണെങ്കിൽ സൗദിയിലൊക്കെ നടക്കുന്നത് പോലെ മക്കൾ ഭരണം മാറ്റാൻ എന്താണ്? അവിടെ രാജാവ് ഭരണാധികാരിയായി, പിന്നെ മക്കളെന്നെ ഭരണാധികാരി. ഈ ഭരണാധികാരിനൊന്ന് മാറ്റണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? അവരുടെ ചോദ്യത്തിൽ 2 കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭരണം കിട്ടിയെന്ന് വിചാരിക്കാം.
ഞാൻ എന്റെ മകനെ ഭരണമേൽപ്പിക്കുക എന്നത് തെറ്റാണ്, ശറഈ ആയിട്ട് അത് പാടില്ലാത്ത കാര്യമാണ്. അതൊന്നാമത്തെ വിഷയം. എനിക്ക് ഭരണമുണ്ട്, ഞാൻ എന്റെ പിൻഗാമിയായിട്ട് എന്റെ മകനെ തീരുമാനിക്കാൻ പാടുണ്ടോ? ഈ വിഷയത്തിൽ മകനെ തീരുമാനിക്കാൻ പാടില്ല എന്ന് നിരുപാധികം ഒരാളും പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. മക്കളെ ഭരണാധികാരിയായി തീരുമാനിച്ച സഹാബികൾപ്പെട്ട പ്രമുഖനാണ് ആര്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഭരണമേൽപ്പിച്ചത് ആരെയായിരുന്നു? അൽ ഹസൻ ഇബ്നു അലി ആയിരുന്നു. അദ്ദേഹം ഭരണമേൽപ്പിച്ചത് ആരെയായിരുന്നു? ഹസൻ ഇബ്നു അലി ആയിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് ശേഷം, അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഭരണം ഏറ്റെടുത്തത് ആരാണ്? ഹസൻ ഇബ്നു അലിയാണ്. പിന്നെ എങ്ങനെ മുആവിയ ഭരണാധികാരിയായി നിൽക്കുന്നു നമ്മൾ ചോദിക്കാം. ഹസൻ ഇബ്നു അലി ഭരണം ഏറ്റെടുത്തപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. പല ആളുകളും അദ്ദേഹത്തിന്റെ ഭരണം അംഗീകരിക്കാത്ത അവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹം തന്നെ സ്വയം മുആവിയ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി, ഞാൻ എന്റെ ഭരണം ഒഴിഞ്ഞു തരാൻ, നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം, നിങ്ങൾ ഭരണം ഏറ്റെടുക്കുക, പക്ഷെ എനിക്ക് ഇന്ന ചില ഷർത്തുകളുണ്ട്. അദ്ദേഹം പറഞ്ഞ കുറച്ച് ഷർത്തുകളാണ്. ഷർത്തുകൾ ഇവിടെ വിശദീകരിക്കാൻ പ്രസക്തമായ ഒരു കാര്യമല്ല. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തതാണ്. പക്ഷെ അതിനു മുൻപ് അദ്ദേഹത്തിന് ഭരണം കിട്ടിയത് എങ്ങനെയായിരുന്നു? പാപ്പ മോന് കൊടുത്തതാണ്. ആരെങ്കിലും അലി റളിയല്ലാഹു അൻഹു ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാമിക സമൂഹത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല. മക്കൾക്ക് ഭരണം കൊടുക്കുക എന്നത് ഒരിക്കലും നിരുപാധികം തെറ്റായ കാര്യമല്ല, അത് നിരുപാധികം ഹറാമായ ഒരു കാര്യമല്ല. മക്കൾക്ക് ഭരണം കൊടുക്കാം, അവർക്കാണ് അതിന് അർഹതയുള്ളതെങ്കിൽ മക്കൾക്ക് ഭരണം കൊടുക്കാം. മാത്രമല്ല മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആരെയാണ് ഭരണം ഏൽപ്പിച്ചത് മരിക്കുമ്പോൾ? യസീദ് ഇബ്നു മുആവിയയാണ്. അദ്ദേഹം ഭരണം ഏൽപ്പിച്ചത് ആരെയാണ്? യസീദ് ഇബ്നു മുആവിയ. യസീദ് അദ്ദേഹത്തിന്റെ മകനാണ്. മുആവിയ സഹാബിയാണ്. യസീദിന് ബൈഅത്ത് ചെയ്ത ആളുകൾ ആരൊക്കെയുണ്ട്? ഇബ്നു ഹജർ അൽ-ഹൈതമി അദ്ദേഹം പറഞ്ഞത് 60ഓളം സഹാബികൾ യസീദിന് ബൈഅത്ത് ചെയ്തിട്ടുണ്ടെന്നാണ്. മുആവിയ മകന് ഭരണം കൊടുത്തു, അതുകൊണ്ട് ഭരണം ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞിട്ട് സഹാബികളെ എതിർത്തിട്ടില്ല. 60ഓളം സഹാബികൾ യസീദിന് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അവരൊന്നും അത് ദുൽമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത്രയധികം സഹാബികൾ ഒരു ദുൽമ് കണ്ടിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് എന്താണ്? അതാകട്ടെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. അപ്പൊ ചില ആളുകൾ പറഞ്ഞേക്കാം, യസീദിനെതിരെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറും അതുപോലെ തന്നെ ഹുസൈൻ ഇബ്നു അലിയും എതിരിട്ടിട്ടുണ്ടല്ലോ. യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെ, അല്ലെങ്കിൽ യസീദിന്റെ ഭരണത്തെ, യസീദ് ഇബ്നു മുആവിയയുടെ ഭരണത്തെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറും അൽ ഹുസൈൻ ഇബ്നു അലിയും എതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോ അവർ എതിർക്കാനുള്ള കാരണം, മുആവിയക്ക് ഭരണം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച ഒരു നിബന്ധന ഇതായിരുന്നു: മകന് ഭരണം കൊടുക്കാൻ പാടില്ല. ആ തീരുമാനം മുആവിയ അംഗീകരിച്ചില്ല. തീരുമാനം ആദ്യകാലത്ത് മുആവിയ അംഗീകരിച്ചു റളിയല്ലാഹു അൻഹു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു മകന് ഭരണം കൊടുത്തു. ഇതിൽ മുആവിയയെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണ്? അന്നത്തെ ഇസ്ലാമിക ചരിത്രം വായിച്ചവർക്കറിയാം, നാട് മുഴുവൻ ഭരണം കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരാണ്. നാട്ടിൽ മുഴുവൻ ഇസ്ലാമിക ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി എല്ലാവിധ തന്ത്രവും മെനയുന്ന ആൾക്കാരുണ്ട്. ആ സന്ദർഭത്തിൽ ഭരണത്തിന് അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ഉണ്ടായിരുന്നത് യസീദിനായിരുന്നു. യസീദിന് ഭരണം കൊടുത്തു കഴിഞ്ഞാൽ എതിർക്കുന്ന ആളുകൾ വളരെ ന്യൂനപക്ഷമാണ്. പക്ഷെ യസീദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാകട്ടെ വളരെ കൂടുതലാണ്. യസീദിനെങ്ങാനും ഭരണം കൊടുത്തിട്ടില്ല, വേറൊരാൾക്കാണ് കൊടുത്തതെങ്കിലോ, അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ അർഹനായ മറ്റൊരാൾക്കാണ് ഭരണം കൊടുത്തതെങ്കിലോ യസീദിന്റെ അനുയായികൾ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ പരസ്പരം യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ യുദ്ധം ഭയന്നത് കൊണ്ടാണ് മുആവിയ എന്ത് ചെയ്തത്? ആ തീരുമാനത്തിന് പിന്മാറിയത്. ഒരിക്കലും മുആവിയത്തിന്റെ പേര് കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാരെല്ലാവരും ഈ കാര്യം യോജിച്ചവരാണ്, ഷിയാക്കളെല്ലാം. യസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഭരണം കിട്ടിയതായിരുന്നാണ് വാപ്പയിൽ നിന്നാണ്. ആ ഭരണം പാടില്ലാത്ത ഭരണമാണ് എന്ന് സഹാബികളിൽ 2 പേരൊഴികെ
മറ്റാരും പറഞ്ഞിട്ടില്ല. അത് മക്കൾക്ക് കൊടുത്തു എന്നുള്ളതുകൊണ്ടല്ല, അത് മുആവിയ ഒരു തീരുമാനം ലംഘിച്ചു എന്നതിന്റെ പേരിലാണ്. അത് വേറെ വിഷയമാണ്. മക്കൾക്ക് ഭരണം കൊടുക്കുക എന്നത് അനുവദനീയമായ കാര്യമാണ് എന്ന് ഈ സംഭവത്തിനൊക്കെ മനസ്സിലാക്കാം. അലി റളിയല്ലാഹു അൻഹു ഭരണം കൊടുത്തിട്ടുണ്ട്, മുആവിയ ഭരണം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. സഹാബികളിൽ പലരും പല നാടുകളുടെയും അമീറന്മാരായിരുന്നു. ഖിലാഫത്ത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്ന കാലത്ത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്ന കാലത്ത് പല നാടുകളുടെയും അമീറന്മാർ സഹാബികൾ പലരും ആയിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ചില നാടിന്റെ അമീറായിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അടുത്ത അമീർ ബിനാരായിരുന്നു, അതിന്റെ മക്കളായിരുന്നു. ഇതിനെ ഒന്നും സഹാബികൾ എതിർത്തിട്ടില്ല. മക്കൾക്ക് ഭരണം കൊടുക്കുക എന്നതിനെ മൊത്തത്തിൽ സഹാബികൾ ആരും എതിർത്തിട്ടില്ല. പിന്നെ എപ്പോ എതിർക്കാൻ പറ്റും? മക്കൾക്ക് ഭരണം നടത്താനുള്ള കഴിവില്ല, അവർക്ക് മുസ്ലിങ്ങളുടെ കാര്യം കൊണ്ടു നടക്കാൻ കഴിവില്ല, അവനെങ്ങാനും ഭരണത്തിൽ കയറിയാൽ ഉള്ള ഇസ്ലാം കൂടി ഈ നാട്ടിൽ നിന്ന് ഇല്ലാതെയാക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാപ്പക്ക് മകന് ഭരണം കൊടുക്കൽ അനുവദനീയമല്ല. മകൻ ഫിത്ന ഉണ്ടാക്കുന്ന പേടിയുണ്ടെങ്കിൽ അത്തരം സന്ദർഭത്തിൽ ഭരണം മകനെ ഏൽപ്പിക്കൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. ഇത് മക്കൾക്ക് ഭരണം കൊടുക്കുക എന്നത് ഇനി നിങ്ങൾ സാധാ അക്കലുകൊണ്ട് ചിന്തിച്ചാലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും അതിലൊരു കുഴപ്പമില്ല. കാരണം എന്താണ്? ഭരണപാഠവും സാധാരണയായി കൂടുതലായിട്ട് ഉണ്ടാവാറിക്കാണ്. വാപ്പ ഭരണാധികാരിയാണെങ്കിൽ അത് കണ്ടുപഠിക്കുന്ന മക്കൾക്ക് ഭരിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് സാധാരണ കുറച്ചൊരു ബുദ്ധി ഉണ്ടാവും. നമ്മളെ നാട്ടിൽ തന്നെ മിക്ക ജോലി എങ്ങനെയാണ്? പണ്ടത്തെ കാലത്ത് കുറെ കാലഘട്ടത്തോളം അങ്ങനെ തന്നെയായിരുന്നു. പാപ്പ ടൈലറാണെങ്കിൽ മക്കളും ടൈലറിനായിരിക്കും, പാപ്പ ആശാരിയാണെങ്കിൽ മോനും ആശാരിയായിരിക്കും. കാരണം എന്താ? ഓനതിൽ കഴിവുണ്ടാവും, സാധാരണയായിട്ട് അങ്ങനെ കഴിവുണ്ടാവും. പാപ്പയിൽ നിന്നത് വറാസത്തായി അതിനുള്ള ആ ഒരു കഴിവ് അവൻ നേടിയെടുത്തിട്ടുണ്ടാവും. എത്ര ഭരണാധികാരികൾ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഭരണത്തിലൊക്കെ മക്കൾക്ക് ഭരണം ഏൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതിയുടെ 10-1 ഇങ്ങനെ മക്കൾ ഭരണം നടക്കുന്ന നാട്ടിലില്ല. അത് ആ നാട്ടിലുള്ള ആൾക്കാർ വരെ അംഗീകരിക്കുന്നുണ്ട്. ആ നാട്ടിൽ ഈ നാട്ടിലുള്ള ആൾക്കാർ ഒരുമിച്ച് അംഗീകരിക്കും. ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതിയേക്കാൾ തുലവും കുറവാണ് മക്കൾ ഭരണം നടക്കുന്ന പല നാടുകൾ. കാരണം രാജാവ് പറഞ്ഞ കാര്യം ചെയ്യാന്നുള്ളതാണ് ഉദ്യോഗസ്ഥർക്ക് നടക്കുള്ളൂ. ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് പിടിച്ച് പുറത്താക്കും. രാജാവിനാണ് അവസാനത്തെ തീരുമാനം. ഇവിടെയോ 5 വർഷം കൂടുമ്പോൾ ആൾക്കാർ മാറണം. ഓരോരുത്തർക്കും പൈസ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പൊ മക്കൾ ഭരണം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും എന്തുണ്ടാവുന്നില്ല, ഒരു നാട് ദുൽമിന്റെ നാടാവുന്നില്ല. ഇവിടെ ഇന്ത്യ ഭരിച്ചിരുന്ന എത്ര കാലം മുഗൾ ഭരണത്തിലായിരുന്നു. മുഗൾ ഭരണം എങ്ങനെ മുന്നോട്ട് പോയത്? ആരെങ്കിലും മുഗൾ ഭരണം വളരെ മോശമായിട്ട് ഭരണം പിന്നെ അതിനെപ്പറ്റി മോശമായി പറയാൻ ഉദ്ദേശിക്കുന്നവരല്ലാതെ പറയില്ല. അതായത് കുഫാറുകളുടെ അളവുകോലുകൾ വെച്ചു കഴിഞ്ഞാൽ മുഗൾ ഭരണത്തിൽ പല നന്മകളുണ്ടായിരുന്നു. മുഗൾ ഭരണം എങ്ങനെ മുന്നോട്ട് പോയത്? മക്കൾ ഭരണമായിരുന്നു. ഇസ്ലാമിക ഖിലാഫത്ത് വലിയൊരു കാലഘട്ടത്തോളം ഉമവിയ ഭരണകാലവും അതുപോലെ അബ്ബാസിയ ഭരണകാലവും എങ്ങനെ തുടർന്നു പോയത്? മക്കളായിട്ടായിരുന്നു. ഇതിനെ ഒന്നും ആരും ഇസ്ലാമികമായി മക്കൾക്ക് ഭരണം കൊടുക്കൽ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനി ഇതിനേക്കാളൊക്കെ രസകരമായ കാര്യം, ഇവിടെ ജനാധിപത്യം നടക്കുന്നു, ഇവിടെ മക്കൾ ഭരണം ഇല്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. ശരിയാണോ പറഞ്ഞത്? ഒരിക്കലും ശരിയല്ല. രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിങ്ങൾ എടുത്തോളൂ. തലപ്പത്ത് വരുന്നവരൊക്കെ ആരായിരിക്കും? ഒരു രാഷ്ട്രീയ പാർട്ടി വരും, അതിന്റെ നേതാവ് വരും, അയാൾ ഭരിക്കുമ്പോ അയാളെ മോൻ വരും. ഇവിടെ കാലങ്ങളായി ഗാന്ധി കുടുംബമാണ് ഭരിക്കുന്നത്. ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് ഒരു കുടുംബമാണ്. കാലങ്ങളായി അവരെന്നാണ്. അവർക്കെതിരെ വിരലനക്കാൻ പോലുള്ള ആർക്കും ശക്തിയില്ല. ജനാധിപത്യത്തിന്റെ കോലാണിത്. ഇവിടെ മുസ്ലിങ്ങളുടെ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പേരിൽ പറയുന്ന ആളുകൾ, അവരുടെ ഭരണം കാലങ്ങളായി കൊണ്ടുനടക്കുന്നത് തങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. മക്കളായിട്ടാണ് ആ ഭരണം മുന്നോട്ട് പോകുന്നത്. ഒരാളും അതിനെതിരെ വിരലനക്കുന്നില്ല. യുപിയിലും ബീഹാറിലും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ അവർ കാലങ്ങളായി അവരുടെ പ്രസിഡന്റ് മക്കളായിട്ടാണ്. ഇതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ സൗദിയിലുള്ള ഭരണകൂടത്തിൽ മക്കൾ വരുന്നതിന് മാത്രം നിങ്ങൾക്ക് ഒരു കുഴപ്പം? അപ്പൊ അത് 2 കണ്ണിട്ട് കാണലാണ്. അത് 2 കണ്ണിട്ട് കാണുന്ന യഥാർത്ഥത്തിലുള്ള എന്താ പറയാ, അറബിയിൽ പറയും അൽ ഖൈലു ബിൽ മിക്യാലൈൻ. ഒന്ന് തൂക്കുമ്പോൾ ഒരു തുലാസും മറ്റൊന്ന് തൂക്കുമ്പോൾ വേറൊരു തുലാസും. ഇസ്ലാമിന്റെ ഭരണകൂടത്തിൽ മക്കൾ ഭരണം വരുമ്പോൾ അതിനെതിരെ തിരിയാൻ വേണ്ടി ഇവിടെ മക്കൾ ഭരണം ഉണ്ട്, അതുകൊണ്ട് ഇതിനെതിരെ തിരിയണമെന്ന് പറയാം. ഈ ജാതി അവർക്ക് അധികാരം കിട്ടുന്ന സ്ഥലങ്ങളിലോ അവർ മക്കൾ ഭരണം സുന്ദരമായി കൊണ്ടുവരികയും ചെയ്യും. അത് പലപ്പോഴും ദുൽമാണ്.
അപ്പൊ ഈ പറഞ്ഞത് മക്കൾ ഭരണം വന്നു എന്നതുകൊണ്ട് മാത്രം ഭരണം ഇസ്ലാമികമാകാതിരിക്കും എന്നത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ എവിടെയുമില്ല. അത് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ മനസ്സിലായില്ലേ, മക്കൾ ഭരണം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അത് ഇസ്ലാമികമാവാതിരിക്കുന്നില്ല എന്നത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ. പിന്നെ ഒരു ചോദ്യം ആളുകൾ ചോദിച്ചത് ഞാൻ നേരത്തെ ചെറുതായി സൂചിപ്പിച്ചു. ഈ പറഞ്ഞ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത് എന്താണ്? ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ കാഫറുകളാണ് എന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ കാഫറുകളാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. ശരിയാണ്, തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ തെറ്റിദ്ധാരണ ഞാനത് നീക്കാം. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ സിന്ദാബാദ് വിളിക്കുന്നത് കുഫറാണ് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവൻ കാഫറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇസ്ലാമികമായ വിധിയാണ്, മൊത്തത്തിലുള്ളൊരു വിധിയാണ്. അല്ലാത്തവരിൽ സത്യം ചെയ്തവൻ ശിർക്ക് ചെയ്തു എന്ന് പറയുന്നത് പോലെ. എന്നാൽ അല്ലാത്തവർ സത്യം ചെയ്തവനെ പോയിട്ട് മുഖത്തോക്കി മുശ്രിക്കെന്ന് വിളിക്കാൻ പറ്റുമോ? അത് വേറെ മസലയാണ്. ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കാം. ഒരു വ്യക്തിയുടെ മേൽ വിധി പറയുന്നതും ഒരു പ്രവൃത്തിയുടെ മേൽ വിധി പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിന് സിന്ദാബാദ് വിളിക്കലും ജനാധിപത്യത്തെ പുകഴ്ത്തലും മുന്നേ പറഞ്ഞതുപോലെ കുറച്ച് നീണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മേഖലകളിലാണ് കുഫർ വരാം. അങ്ങനെ ചെയ്യുന്നത് കുഫറാണ്, അങ്ങനെ ചെയ്തവൻ കാഫിറാണ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെയുള്ള ഇന്ന വ്യക്തിയും ഇന്ന വ്യക്തിയും ഇന്ന വ്യക്തിയും ഒക്കെ കാഫിറാണ് എന്ന് ഞാൻ ഒരാളുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറയാൻ അവകാശവുമില്ല. അത് ഇസ്ലാമിൽ മൊത്തത്തിൽ പല കാര്യങ്ങളും അങ്ങനെ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിക്കിന്റെ അടയാളമാണ് സംസാരിച്ചാൽ കളവ് പറയാനുള്ളത്. സംസാരിച്ചാൽ കളവ് പറയുന്നതിന് മുഖത്ത് നോക്കി മുനാഫിക്ക് എന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. ആ പ്രവൃത്തി മുനാഫിക്കിന്റേതാണ്. അത് ചെയ്തവനൊക്കെ മുനാഫിക്കാണോ? അത് വേറെ വിഷയമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ജനാധിപത്യത്തെ പുകഴ്ത്തി പറയുന്ന ആളുകളുണ്ട് എന്നത് ശരിയാണ്. ജനാധിപത്യത്തിന് സിന്ദാബാദ് വിളിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരാണ്. പക്ഷെ അവരൊക്കെ കാഫറുകളാണ് എന്ന് നമ്മൾ പറയുന്നതിന് അർത്ഥമില്ല. കാരണം മുസ്ലിം പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, ഒരാൾ കാഫിറാണ് എന്ന് പറയണമെങ്കിൽ പരിഗണിച്ചിരിക്കേണ്ട ചില നിബന്ധനകളുണ്ട്, ചില ഷുറൂത്തുകളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഈ പറയുന്ന വ്യക്തി ബുദ്ധിയുള്ളവനായിരിക്കണം, പ്രായപൂർത്തിയായിരിക്കണം. അത് നമ്മുടെ വിഷയത്തിൽ വലിയ പ്രസക്തല്ല. പക്ഷെ ഒരാൾ കാഫിറാന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിനെ നോക്കിയിട്ട് കാഫിറാന്ന് പറയുന്ന അർത്ഥമില്ല. അയാൾക്ക് പ്രായപൂർത്തി എത്തണം, അയാൾക്ക് ബുദ്ധി ഉണ്ടായിരിക്കണം. അവനെ പോയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കാഫിർന്ന് വിളിക്കാൻ പാടുള്ളൂ. ഭ്രാന്തനെ പോയി കാഫിർന്ന് വിളിക്കുന്ന ഒരു അർത്ഥമില്ല. ഒന്നാമത്തെ കാര്യം ബുദ്ധിയുള്ളവരായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്നയാള് കുഫർ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് കുഫറാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ചെയ്തതായിരിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും ജനാധിപത്യത്തിൽ ചിന്താവ് അവർക്ക് തന്നെ അറിയുന്നത് കുഫറാണ്. പല ആളുകൾ കേൾക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ഇത് കേൾക്കണേ. പല ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ജനാധിപത്യം കുഫറാണ് എന്നോ അതല്ലെങ്കിൽ ഞാൻ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുകയാണോ എന്നോ മനസ്സിലാക്കാതെയാണ് പല ആളുകളും ജനാധിപത്യത്തിന് ചിന്താവാദം വിളിക്കുന്നത്. അവരൊരിക്കലും കുഫർ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതല്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, അവരെ കൊണ്ട് ചില ആളുകൾ നിർബന്ധിച്ചു പറയിക്കുന്ന ആൾക്കാരുണ്ട്. ജനാധിപത്യം ശരിയാണ് എന്ന് പറയൽ ഭരണകൂടത്തെ പേടിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. അവർ മുക്കറഹാണ്. മുക്കറഹ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കപ്പെടുന്നവനാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിനെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും, ഇതിനെ പിടിച്ച് കൊന്നുകളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി പറയിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാൾ മനസ്സിൽ വെറുപ്പോടുകൂടിയാണ് ചിലപ്പോൾ ജനാധിപത്യം സിന്ദാബാദ് എന്ന് പറയുന്നതെങ്കിൽ അവനും എന്തല്ല, കാഫറല്ല. ഇതാദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ നിബന്ധന, അവൻ നിർബന്ധിതനായിട്ട് പറയുന്നതായി ആകാൻ പാടില്ല. ഇതൊക്കെ ഒരാൾ കാഫറാണെന്ന് പറയുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയാൾക്ക് ബുദ്ധി ഉണ്ടായിരിക്കണം. രണ്ട്, അയാളെ ആരും നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാവാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, അയാൾക്ക് തെളിവ് വ്യക്തമായിരിക്കണം. അയാൾക്ക് ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്നത് ചെയ്താൽ ഇത് കുഫറാണ്, അതിന്റെ കാരണം ഇന്നതാണ്, വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഇത് കേട്ടിട്ട് ആരും ആയിക്കോട്ടെ എന്നാ ജനാധിപത്യ കുഫറാന്ന് പറയുന്നത് പ്രസംഗം ആദ്യം കേൾപ്പിച്ചു കൊടുക്കുക. പ്രസംഗം കേട്ടല്ലോ, മനസ്സിലായല്ലോ, ഇനി നീ അംഗീകരിച്ചില്ല ഈ കാഫറാണ് എന്ന് പറയാനുമല്ല ഈ പറയുന്നത്. വ്യക്തമായി തെളിവ് സ്ഥാപിക്കണം. അവന് തെളിവ് വ്യക്തമായി എന്ന് നമുക്ക് മനസ്സിലാകണം. അതൊരു പ്രസംഗം കേട്ടോണ്ടോ രണ്ട് പ്രസംഗം കേട്ടോണ്ടോ തീരൂല. അവന് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്ന കാര്യങ്ങളുണ്ട്, നിനക്കെന്തെങ്കിലും സംശയമുണ്ട്, സംശയം ചോദിക്ക്, ആ സംശയം വ്യക്തമാക്കി കൊടുക്കണം.
അങ്ങനെ സംശയങ്ങൾ പരിപൂർണമായും ദൂരീകരിച്ചതിന് ശേഷം എന്നിട്ടും ഒരാൾ പറയാണ് ഇല്ല ഞാനത് സ്വീകരിക്കൂല എന്ന് പറയാൻ കാഫിറാണ്. ഈ പറഞ്ഞൊന്നും നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പറ്റി പറയാൻ പറ്റൂല. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ഇക്കാര്യമൊന്നും അറിയാതെ ചെയ്യുന്ന ആൾക്കാരാണ്. അവരിതിന്റെ പേരിൽ കാഫിറുകളാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. നാലാമത്തെ കാര്യം, അയാൾക്ക് വ്യാഖ്യാനം ഉണ്ടാകാൻ പാടില്ല, തഅ്വീൽ ഉണ്ടാകാൻ പാടില്ല. അയാൾക്ക് വല്ല വ്യാഖ്യാനം, ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്തിഖാബാത്ത് ഷൂറയാണെന്ന് വിചാരിച്ച ആളുകളുണ്ട്. അവരത് വ്യാഖ്യാനിക്കാൻ, ചില ആളുകളെങ്കിലും ആത്മാർത്ഥയെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ വ്യാഖ്യാനത്തിലൂടെ ചെയ്ത ആളുകളായിരിക്കും. അവരിത് ഇസ്ലാമികമാണ് എന്ന് വിചാരിച്ചതാണ്, ഇസ്ലാമിനെതിരായിട്ട് ഉള്ള കാര്യമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഏതുവരെ ചില ആൾക്കാർ, ഇപ്പോ ഉദാഹരണത്തിന് ഇതിന് പ്രതികരണങ്ങൾ അയച്ച ചില ആളുകൾ പറഞ്ഞു ജനാധിപത്യം തന്നെ ഇസ്ലാമെന്നാണ് ആൾക്കാർ. അവർക്ക് അതുപോലും മനസ്സിലായിട്ടില്ല ചില ആളുകൾ. സ്വാഭാവികമാണ്, അത് സമൂഹത്തിൽ അറിവില്ലായ്മ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പെട്ടതാണ് ഇതൊക്കെ. ജനാധിപത്യം ഇസ്ലാമാണ് എന്ന് പറഞ്ഞ ആളുകൾ വരെ, ജനാധിപത്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണെന്ന് പറഞ്ഞ ആളുകൾ യഥാർത്ഥത്തിൽ പറഞ്ഞ അരിസ്റ്റോട്ടിലാണ്. അതെങ്ങനെ റസൂലുള്ളാഹി അരിസ്റ്റോട്ടിൽ നിന്ന് കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റും? ഇത് കൊണ്ടുവന്ന അരിസ്റ്റോട്ടിലാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിൽ എവിടെ ഇത് ആദ്യം പറഞ്ഞിട്ടില്ല. ജനാധിപത്യത്തിന്റെ ചരിത്രം എഴുതിയ ആൾക്കാർ തന്നെ ഏറ്റവും മാക്സിമം പോയാൽ നൂഹ് നബിയിലേക്കല്ല ഇത് എത്തുന്നത്, അരിസ്റ്റോട്ടിലേക്കാണ്. ഇസ്ലാം കൊണ്ടുവന്ന രീതിയല്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അയാളിൽ ഇല്ല എന്ന് വ്യക്തമായാൽ മാത്രമേ അയാൾ കുഫ്ർ, അയാൾ കാഫിറാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ കാഫിറുകളാണ് എന്ന് ഇതിന്റെ പേരിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അത് യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണയാണ്, പറഞ്ഞത് മനസ്സിലാക്കിയതിലുള്ള അബദ്ധമാണ്. അത് പല ആളുകളും തെറ്റിദ്ധരിച്ചതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും. പിന്നെ പല ആളുകളും പറഞ്ഞ പല വിഷയങ്ങളും, അത് പലതും ചിലതൊക്കെ വെറും എന്താ പറയാ പരിഹാസങ്ങളാണ്. ആദ്യം പോയി പഠിച്ചിട്ട് പറയും മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഈ ജാതി പ്രയോഗങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ആർക്കും ആരുടെയും മനസ്സെന്താണെന്ന് അറിയാം. നിങ്ങൾ ജനാധിപത്യം കുഫ്റല്ല എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ വഞ്ചിക്കാനാണ് ഞങ്ങൾ ആരും പറയുന്നത്. നിങ്ങൾ പലർക്കും അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ നിങ്ങളോട് കാണിക്കുന്ന മാന്യത നിങ്ങൾ തിരിച്ചും കാണിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പൊ ചില ആളുകൾ അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരാൾ പറഞ്ഞു, ഈ ജനാധിപത്യത്തിന് എതിർത്ത് സംസാരിക്കുന്ന ആളുകൾ, ജനാധിപത്യത്തിന് സിന്ദാബാദ് വിളിക്കുന്ന കുഫറാണെന്ന് പറയുന്ന ആളുകൾ, അവർ മനസ്സിലാക്കട്ടെ, അവർക്ക് ഈ പള്ളിയിൽ ഇരുന്ന് ഇത് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെ സിന്ദാബാദ് വിളിക്കുന്ന കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ സിന്ദാബാദ് വിളിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പറയാൻ പറ്റുന്നത് എന്ന് ചില ആളുകൾ പ്രതികരിച്ചതായി കണ്ടു. യഥാർത്ഥത്തിൽ ഇത് ഈമാനിന്റെ ദൗർബല്യത്തിൽ നിന്ന് വരുന്നതാണ്. ഈമാൻ ദുർബലമാകുന്നുണ്ടാവുന്ന കാര്യം ഞങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ജനാധിപത്യത്തിന് സിന്ദാബാദ് വിളിച്ചതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. കുഫറിന്റെ ആളുകൾ ഞങ്ങളെ തല്ലിയാലും ഇടിച്ചാലും കൊന്നാലും ഇസ്ലാമിനെതിരായിട്ടൊരു കാര്യം ഞങ്ങൾ പറയാൻ പോകുന്നു. അതിലൂടെ പട്ടുപരവധാനി വിരിച്ചു കിട്ടണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ പട്ടുപരവധാനി വിരിച്ചു കിട്ടിയിട്ടൊന്നല്ല അവിടെ അവസ്ഥ. കുഫറിന് സിന്ദാബാദ് വിളിച്ചിട്ട്, അനീതിക്ക് സിന്ദാബാദ് വിളിച്ചിട്ട് നമ്മുടെ രോമമൊന്നും കേടുവരാതിരിക്കണമെന്ന വ്യാമോഹം ഞങ്ങൾക്ക് ആർക്കില്ല. എല്ലാ തിന്മക്കും സിന്ദാബാദ് വിളിച്ചു കൊടുത്തിട്ട് ഒരാൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇസ്സത്തല്ല, അതൊരിക്കലും പ്രതാപമല്ല. എന്താ പറയാ, കഴുത അത് യജമാനന് മുന്നിൽ എല്ലാ അടിയും വാങ്ങിച്ച് എല്ലാ ഇടിയും കൊണ്ട് എല്ലാ ചുമടും ചുമന്നതിന് ശേഷം അതിന് കുറച്ച് വെള്ളം കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ചെയ്തതുകൊണ്ട് കുറച്ച് വെള്ളം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ദുല്ലാണ്, അപമാനമാണ്. ഞങ്ങൾ പറയുന്നത്, ഇവിടുത്തെ ഭരണകൂടത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഹക്ക് ഇതാണ്. അതിന് ഇവിടെയുള്ള ആൾക്കാർ സിന്ദാബാദ് വിളിക്കണ്ടോ നോക്കി ഞങ്ങളെ പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെ. കഴിഞ്ഞ തവണ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യത്തിന് സിന്ദാബാദ് വിളിക്കുന്ന ആളുകൾ കൊണ്ടാണ് ഇവിടെ ഇസ്ലാമിന് ഇസ്സത്ത് ലഭിച്ചു എന്ന് പറയുന്നത് തീർത്തും അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്കുള്ള നന്ദികേടാണ്. അള്ളാഹു നിനക്ക് ഇസ്സത്ത് നൽകിയത് നിന്റെ ഇസ്ലാം കൊണ്ടാണ്, അല്ലാതെ തിന്മക്ക് നീ സിന്ദാബാദ് വിളിക്കുന്നത് കൊണ്ടായിരിക്കരുത്. ഉദാഹരണത്തിന് വ്യഭിചാരം നടക്കട്ടെ,
വൃത്തികേടുകൾ നടക്കട്ടെ, കളവ് മുതൽ നടക്കട്ടെ, അഴിമതി നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തെ അഴിമതി നടത്തുന്ന നേതാക്കന്മാരോട് നിങ്ങൾ അഴിമതി നടത്തിക്കോളി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ നമുക്ക് സൗകര്യം ചെയ്തു തരും. അങ്ങനെ ചെയ്തു കിട്ടുന്ന സൗകര്യം ഒരിക്കലും ഇസ്സത്തല്ല, അത് പ്രതാപമല്ല, അത് അപമാനമാണ്. അപ്പൊ അതുകൊണ്ട് ആ വ്യാമോഹം നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഞങ്ങൾ ജനാധിപത്യത്തിന്, അതായത് ഈ പച്ച കുഫറിന് സിന്ദാബാദ് വിളിച്ചത് കൊണ്ടാണ് ഇവിടെ ഇതൊക്കെ ലഭിക്കുന്നത് എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ അള്ളാഹുവിന്റെ നിഅമത്തിനെ നിഷേധിക്കുകയാണ്. ഇത് അള്ളാഹുവാണ് നിനക്ക് നൽകിയത്. ഇവിടെ നൽകുന്ന അന്ന്, ഇവിടെ നിനക്ക് ലഭിച്ചിട്ടുള്ള നിർഭയത്വം, അത് അള്ളാഹ് നിനക്ക് നൽകിയതാണ്. അള്ളാഹ് നിന്റെ ദീനോട് നൽകിയതാണ്. ഒന്നും വേണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നത്തെ മുസ്ലിം, ഇന്ത്യയിൽ ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്താണ്? പണ്ടത്തെ കാലഘട്ടത്തിൽ, അതായത് ഇന്ത്യയിൽ ജനാധിപത്യ ഭരണം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാരിൽ പലരും ജനാധിപത്യത്തിനെതിരെ വ്യക്തമായി സംസാരിച്ചിരുന്നു. വളരെ ശക്തമായി അവരിൽ പലരും തുറന്നു സംസാരിച്ചിരുന്നു. പണ്ഡിതന്മാരിൽ പലരും ജനാധിപത്യത്തിന്, ഇന്ത്യയിലെ പണ്ഡിതന്മാർ, അഹ്ലഹദീസിലെ പണ്ഡിതന്മാർ പലരും സംസാരിച്ചിരുന്നു. അന്ന് മുസ്ലിങ്ങൾക്ക് ഈ നാട്ടിൽ ലഭിച്ചിരുന്ന നിർഭയത്വം ഇന്ന് നമുക്കുണ്ടോ? എന്ത് ആരെങ്കിലും പറയൂ? ഇന്ന് ഇവിടെ ഈ കുഫറിന്റെ ഭരണകൂടം നമ്മുടെ മേലെ ഇരിക്കുന്നു. ഇന്ന് ആൾക്കാരൊക്കെ ഒച്ചയും കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അസഹിഷ്ണുതന്റെ കൂടെ ആകെ അസഹിഷ്ണുത വളർന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഇവിടെ വിശ്വാസസ്വാതന്ത്ര്യം നൽകപ്പെടുന്നില്ല, പശുവിനർത്താൻ ആൾക്കാരെ കൊല്ലാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ആളുകൾ ഒച്ചയും വിളി കൂട്ടാണ്. ഈ ജാതി സിന്ദാബാദൊക്കെ നമ്മൾ ഉച്ചത്തിൽ വിളിച്ചിട്ട് എന്തേ നമ്മുടെ അന്ന് നഷ്ടപ്പെട്ടത്? എങ്ങനെയാണ് നമ്മുടെ നിർഭയത്വം നഷ്ടപ്പെട്ടത്? നിങ്ങൾ പറഞ്ഞത് പ്രകാരമായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ പണ്ടത്തെക്കാൾ കൂടുതൽ ഉച്ചത്തിൽ ഇന്ന് സിന്ദാബാദ് വിളിക്കുന്നുണ്ട്. എവിടെ അവർക്ക് നിർഭയത്വം ലഭിച്ചു എന്ന് പറയാൻ പറ്റുന്നത്? ഇസ്ലാം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജാതി അപമാനമൊന്നുമില്ലാതെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് നിർഭയത്വം നൽകും. നിങ്ങളെ മറ്റുള്ളവർ പേടിക്കുന്ന അവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബ, നിങ്ങളെ കുറിച്ചുള്ള ഭയം അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയും. എപ്പോഴാ എടുത്തു കളയാ? അള്ളാഹിന്റെ ദീനിനെ കുറിച്ചുള്ള ബോധമില്ലാതായി കഴിഞ്ഞാൽ. അല്ലാതെ ജനാധിപത്യത്തിന് സിന്ദാബാദ് വിളിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാലെന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅന്നൽ ഇസ്സത ലില്ലാഹി വഅന്നൽ ഇസ്സത ലില്ലാഹി വലിറസൂലിഹി വലിൽമുഅ്മിനീൻ, അള്ളാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്സത്തുള്ളത്. ഈ ആശയത്തിൽ അള്ളാഹു ഖുർആനിൽ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. അള്ളാഹുവിനും മുഅ്മിനീങ്ങൾക്കും, അള്ളാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്തുള്ളത്. മുനാഫിഖുകൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. യഥാർത്ഥത്തിലുള്ള ഇസ്സത്ത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിലാണ്. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ നിന്റെ തല ഒരാൾ അറുത്തിട്ടുണ്ടെങ്കിൽ ആ മരണത്തിലാണ് ഇസ്സത്തുള്ളത്. ഇസ്ലാമിനെ ഒഴിവാക്കി, ഇസ്ലാമിന്റെ ദീനിനെ ഒഴിവാക്കി, അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കിയും ഈ ദുനിയാവിൽ നിനക്ക് ജീവിക്കാൻ സാധിക്കുന്ന, അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം അപമാനം എന്ന് പറഞ്ഞാൽ. നിന്റെ തല ഒരാൾ ഇസ്ലാമിന്റെ പേരിൽ അറുത്തു കളഞ്ഞാൽ അത് നിനക്ക് അഭിമാനമാണ്. നീ ഇസ്ലാമിന് വേണ്ടിയാണ് മരിച്ചത്. എന്നാൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാത്തതിന്റെ പേരിൽ നിനക്ക് ലഭിക്കുന്ന ഓരോ പട്ടും പരവതാനിയും അത് യഥാർത്ഥത്തിൽ അപമാനമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധമെങ്കിലും നമുക്കൊക്കെ വേണം. എന്നിട്ട് ചില ആളുകൾ ഇന്ന് പരിഹസിച്ച് പറയും, ഞങ്ങൾ കുറച്ച് ആളുകൾ സിന്ദാബാദ് വിളിച്ചോണ്ട് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റിയത്. നിങ്ങളുടെ സിന്ദാബാദ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ ധൈര്യത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾ സിന്ദാബാദ് വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമായിരുന്നു. ഇതിനേക്കാൾ നിർഭയത്വം ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. നിങ്ങളുടെ സിന്ദാബാദ് ഞങ്ങളുടെ ധൈര്യം ഇല്ലാതെയാക്കി. നിങ്ങളുടെ സിന്ദാബാദ് മുസ്ലിങ്ങൾ തകർത്ത് കളഞ്ഞത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും, അല്ലാഹു നിങ്ങളിൽ നിന്ന് മുഅ്മിനായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വഅമിലു സ്സാലിഹാത്ത്, സൽകർമ്മങ്ങൾ ചെയ്തവർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്ന കാര്യം എന്താണ്? ലയസ്തഖ്ലിഫന്നകും കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുന്നേയുള്ളവർക്ക് അധികാരം നൽകിയതുപോലെ അല്ലാഹു നിങ്ങൾക്ക് അധികാരം നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദ ലഹും, അവർക്ക് തൃപ്തികരമായ, അവർക്ക് അല്ലാഹു തൃപ്തിപ്പെട്ട് നൽകിയ ഇസ്ലാം, ആ ദീനിന് അല്ലാഹു സ്വാധീനം നൽകും, അതിന് ഭരണം നൽകും, ഇസ്ലാമിന് ശക്തി നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അവരുടെ ഭയത്തിന് ശേഷം അല്ലാഹു അവർക്ക് നിർഭയത്വം നൽകും. എപ്പോൾ?
ജനാധിപത്യത്തിന്, കുഫറിന്, അനിസ്ലാമികതക്ക്, അനീതിക്ക്, ഷിർക്കിന്, ഖുറാഫത്തുകൾക്ക്, അന്ധവിശ്വാസങ്ങൾക്ക് സിന്ദാബാദ് വിളിച്ചാലല്ല. അള്ളാഹു പറയുന്നു യഅ്ബുദൂനനി വലാ യുശ്രികു ബി ശൈഅ. അവരെനിക്ക് ഇബാദത്ത് ചെയ്യട്ടെ, അവർ യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളാകട്ടെ, അവർ ശിർക്ക് ചെയ്യാതിരിക്കട്ടെ, ഞാൻ അവർക്ക് അധികാരം നൽകാം, ഞാൻ അവർക്ക് നിർഭയത്വ നൽകുന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം പാലിക്കപ്പെടുക ജനാധിപത്യത്തിന് സിന്ദാബാദ് വിളിച്ചാലല്ല. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. നിന്റെ കണ്ണൊന്ന് തുറന്നു പിടിക്ക്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നീ ശരിക്ക് ചിന്തിക്ക്. ഇസ്ലാമിന് ഇസ്സത്ത് ലഭിക്കാൻ പോകുന്നത് കുഫറിന് സിന്ദാബാദ് വിളിച്ചിട്ടല്ല, ഇസ്ലാമിന് സിന്ദാബാദ് വിളിച്ചിട്ടാണ്. ആ കാര്യം മുസ്ലിം എന്ന് മനസ്സിലാക്കുന്നു അന്ന് അവന് ജയിക്കാൻ പറ്റും, അന്ന് അവന് വിജയം ഉണ്ടാകാൻ പറ്റും. അല്ലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നസറാനികളായ ചില ആളുകളോടൊപ്പം ഇരുന്നു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം തന്റെ കൈവിരലുകൾ ഊമ്പി വൃത്തിയാക്കി, നക്കിത്തുടച്ച് വൃത്തിയാക്കി. അടുത്തിരിക്കുന്നയാൾ ചോദിച്ചു, ഉമറെ, ഒപ്പം ഈ കണ്ട ആളുകളൊക്കെ ഇരിക്കുമ്പോൾ, നസറാനികളുടെ പുരോഹിതന്മാരിയ്ക്കുമ്പോൾ, വലിയ വലിയ നേതാക്കന്മാരിയ്ക്കുമ്പോൾ, ഭരണാധികാരിയായിരിക്കുന്ന ഉമറെ, നീ എന്തിനാണ് കൈ ഇങ്ങനെ ഊമ്പി വൃത്തിയാക്കുന്നത്? ഇപ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിഹാദ ദീൻ വമഹ്മ ബതഗൈന അൽഇസ്സത ബിഹി വമഹ്മ ബതഗൈന അൽഇസ്സത ഫീ ഗൈരിഹി അദല്ലന അല്ലാഹ്. നഹ്നു ഖൗമുൻ, നമ്മുടെ ഈ സമുദായം, അഅസ്സന അല്ലാഹു ബിഹാദ ദീൻ, അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകിയത്, ജാഹിലിയ കാലഘട്ടത്തിൽ അപമാനത്തിൽ നിന്ന് അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകിയത്, പേർഷ്യയും റോമും പിടിച്ചടക്കാനുള്ള ധൈര്യവും ശക്തിയും നമുക്ക് അല്ലാഹു നൽകിയത് ഈ ദീനു കൊണ്ടാണ്. എന്ന് നമ്മൾ അല്ലാഹുവിന്റെ ദീനിലല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഇസ്സത്ത് തേടിപ്പോകുന്നുവോ അന്ന് അല്ലാഹു നമ്മെ അപമാനിക്കും. ഉമറിന്റെ വാക്കെത്ര സത്യമാണ്. ഇന്ന് മുസ്ലിം അനുഭവിക്കുന്ന അപമാനം എത്ര വലുതാണ്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ, ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം, മുസ്ലിങ്ങളിൽ ചിലർ തന്നെ പറയുന്നു, നമുക്കിതാ ബാക്കി നിൽക്കുന്ന കുറച്ച് ഇസ്സത്ത് അത് നമുക്ക് ലഭിച്ചത് കുഫറിന് സിന്ദാബാദ് വിളിച്ചത് കൊണ്ടാണ്. അവനോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിനെ കുറിച്ച് നീ ആദ്യം പോയി പഠിക്കുക എന്നാണ്. എന്താണ് അള്ളാഹുവിന്റെ ദീനെന്ന് നീ മനസ്സിലാക്കുക എന്നാണ്. ഇസ്ലാമിന്റെ പേരിൽ എങ്ങനെയാണ് അഭിമാനിക്കേണ്ടത് എന്ന ബാലപാഠം അത് നീ ആദ്യം പോയി മനസ്സിലാക്കുക എന്നാണ്. അതറിയാതെ ചില ആളുകൾ പരിഹസിക്കാൻ നിൽക്കുകയാണ്. എന്ത്, ഞങ്ങൾ കുറച്ചാളുകൾ സിന്ദാബാദ് വിളിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ പറയാൻ സാധിച്ചത് എന്ന്. ഈ നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ വ്യാമോഹിക്കുന്ന, നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന ഈ ഇസ്സത്ത് അത് ഞങ്ങൾക്ക് വെറുതെ തന്നാലും വേണ്ടതില്ല എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. അപ്പൊ ഈ ജാതി ചോദ്യങ്ങൾ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അവരോട് പറയുകയാണ്, ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കുക, എന്താണ് ദീനെന്ന് മനസ്സിലാക്കുക. അവിടുന്ന് ഇവിടുന്ന് മാതൃഭൂമിന്നും മനോരമയെന്നും വായിച്ചിട്ടല്ല ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. മനോരമയിൽ വരുന്ന നബി വചനം വായിച്ചിട്ടല്ല ഇസ്ലാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം മനസ്സിലാക്കേണ്ട അള്ളാഹിന്റെ കിതാബെന്ന് റസൂലുള്ളാഹിന്റെ സുന്നത്തുന്നാണ്, സലഫുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്, പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നാണ്. അതല്ലാതെ ചില ചിന്തകന്മാർ മാതൃഭൂമിയിലും മനോരമയിലും എഴുതുന്ന ലേഖനം വായിച്ചിട്ടല്ല ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ അബദ്ധം സംഭവിക്കുന്നത്. ദീനിനെ മനസ്സിലാക്കേണ്ടത് അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നതി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോയിരിക്കുന്നു. അള്ളാഹുവിന്റെ കിതാബ് റസൂലുള്ളാഹിയുടെ സുന്നത്തുമാണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴികേടിലാവുകയില്ല. അതുകൊണ്ട് അവർ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ചില ആളുകൾ ഒരു ചോദ്യമായി ഉന്നയിച്ചത്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ഹിജ്റ പോകണമെന്ന് നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോ പിന്നെ നിങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? എന്നാ പിന്നെ വോട്ട് ചെയ്യാതെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാത്ത അവസരം വരുമെങ്കിൽ പിന്നെ ഹിജ്റ പോകല്ലേ വേണ്ടത്? വോട്ട് ചെയ്യാനെ കുറിച്ച് എന്താ പറയാൻ കാരണം? അത് മനസ്സിലാക്കേണ്ടത് ചെറുതായി ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത്, ഒരു സ്ഥലത്ത് രണ്ട് ആളുകൾ, സ്ഥാനാർത്ഥികൾ വോട്ടിന് നിൽക്കുന്നുണ്ട്. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇസ്ലാം അനുസരിച്ച് പുറമേക്ക് കാണിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകും. മറ്റൊരാൾ വന്നാൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള അനുവാദം കൂടെ ലഭിക്കുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ അനുവാദം നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നയാൾക്ക് വോട്ട് ചെയ്യുക. ഇതാ ഞാൻ പറഞ്ഞത്. എന്നാൽ രണ്ടുപേർക്ക് വോട്ട് ചെയ്താലും ഒരേ കണക്കാണെങ്കിലോ? രണ്ടിന് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല, രണ്ടും കണക്കാണ്.
ഇസ്ലാമിന്റെ ശത്രുക്കളാണ് രണ്ടും എന്ന അവസ്ഥ വരികയാണെങ്കിലോ, ഈ ഇന്നലെ ഒരു സഹോദരൻ എനിക്ക് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ഫത്വ അയച്ചു തന്നു. അദ്ദേഹം ആ ഫത്വയിൽ പറഞ്ഞ കാര്യം രണ്ട് ആൾക്കാർ ഈ കോലത്തുള്ള ആൾക്കാരാണ്. എന്നാൽ രണ്ടും വന്നാൽ കണക്കന്നാണ്. ഇസ്ലാമിന് ഒരു ഉപകാരം എന്തായാലും ഉണ്ടാവാൻ പാടില്ല. രണ്ടും ഇസ്ലാമിനെ ഉപദ്രവിക്കാൻ നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും വോട്ട് ചെയ്യേണ്ടില്ല. ആർക്കും വോട്ട് ചെയ്യേണ്ട, വോട്ടിംഗ് തന്നെ മാറി നിൽക്കുക. കാരണം പിന്നെ ആ വോട്ട് ചെയ്തുകൊണ്ടൊരു മസ്ലഹത്ത് ഉണ്ടാവാൻ പോകുന്നില്ല. മാത്രമല്ല അവരുടെ ഭരണത്തിന് ശേഷം, അവർ ഭരണത്തിൽ കയറിയതിനു ശേഷം ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നുണ്ടെങ്കിൽ സാധിക്കാവുന്നിടത്തോളം ആ നാട്ടിൽ നിന്ന് അകന്നു നിൽക്കാനും ആ നാട്ടിൽ നിന്ന് മറ്റേതെങ്കിലും നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോകാനും ശ്രമിക്കുക. പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പൊ ചില ആൾക്കാർ ഹിജറയുടെ വിഷയം മാറിപ്പോകും. ഹിജറ എങ്ങോട്ട് പോകും, എങ്ങനെ പോകും എന്ന പല ജാതി ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇസ്ലാം അനുസരിച്ച് എവിടെ ജീവിക്കാൻ പറ്റുമോ അവിടേക്ക് പോകും. ചിലപ്പോൾ അത് കുഫറിന്റെ നാട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും. ചിലപ്പോൾ പോക്ക് എന്തായിരിക്കും, കുഫറിന്റെ നാട്ടിലേക്കായിരിക്കും. ഒരു നാട്ടിൽ ഇസ്ലാം ജീവിക്കാനേ പറ്റില്ല. ഉദാഹരണത്തിന് അബിസീനിയയിലേക്ക് സഹാബികൾ പോയതുണ്ട്. അബിസീനിയ നസ്രാനിയുള്ള നാടായിരുന്നു. നജ്ജാശിയായിരുന്നു ഭരിച്ചിരുന്നത്. മക്കയിൽ നിന്ന് അവർ അബിസീനിയയിലേക്ക് പോയി. കാരണം എന്താണ്, അബിസീനിയയിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റും, മക്കയിലോ അതും പറ്റൂല. അപ്പൊ ചിലപ്പോൾ ഇസ്ലാം അനുസരിച്ച് ഉദാഹരണത്തിന് ചിലപ്പോൾ യു പിയിൽ ജീവിക്കുന്നപ്പോ എന്തോ പിന്നെ ഒരു പശുവിനെ കൊന്നു എന്നതിന്റെ ആരോപണം പറഞ്ഞു ഒരാളെ കൊന്ന ആളുകൾ. ഇത്തരം നാടുകളിലുള്ള അവസ്ഥ എന്താണ് നമുക്ക് കേൾക്കുന്നത്? അങ്ങനെയൊക്കെയാണ്. അവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് എന്ന് പറയുന്നു. അത്തരം ഒരു അവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങൾ ജീവിക്കാൻ പറ്റുന്ന നാടുകളിലേക്ക്, ഇന്ത്യയിലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കും. എവിടെയാണോ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റുക അവിടേക്ക് പോവുക. ഇനി എവിടെ നാട്ടുകാരുടെ ജീവിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ കാട്ടിൽ പോയിട്ട് ജീവിക്കുക. കുറച്ച് മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയി താമസിക്കും. എവിടെയെങ്കിലും പോയിട്ട് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടിയാണ് അള്ളാഹ് നമ്മൾ പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പഠിച്ചത്. അത് ചെയ്യാൻ എവിടുന്ന് പറ്റുമോ അവിടെ പോയി ജീവിക്കുക. അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർമ്മ. ഇസ്ലാമിന്റെ അടയാളങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ പറ്റണം. ഇസ്ലാമാണ് ശരി, ഇസ്ലാമിന് അന്യമായ മതങ്ങൾ അത് തെറ്റാണ്, അത് പാടില്ലാത്തതാണ്, അത് സ്വീകരിക്കുന്നവൻ കാഫറാണ്, അവൻ നരകത്തിൽ പോകും എന്നൊക്കെ പറയാനുള്ള അധികാരം ലഭിക്കണം. അതുപോലെ 5 വക്ത് നിസ്കരിക്കാനുള്ള സൗകര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുമതിയുള്ള നാടുകളിലേക്ക് പോയിട്ട് താമസിക്കും. ഇതാണ് ഹിജറ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം വ്യക്തമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ തീർത്തും വിഷയവുമായി ബന്ധമില്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഉദാഹരണത്തിന് റോഡ് സമരങ്ങളെ നിങ്ങൾ എതിർത്തു, റോഡ് മുടക്കിയുള്ള സമരങ്ങൾ, അതൊക്കെ ഇസ്ലാം പറഞ്ഞ കാര്യമാണ് എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞത് എന്താ പറയാ, നിങ്ങൾ നീതിയോടൊപ്പം നിൽക്കുക എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? റോട്ടിൽ കുറച്ച് ആൾക്കാർ നീതിക്ക് വേണ്ടി റോഡ് മുടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം പോയി നിൽക്കണം എന്നാണ്. റോട്ടിൽ അങ്ങനെ റോഡ് മുടക്കി നിൽക്കുക എന്നുള്ള അനീതിയാണ്. അല്ലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഇമാഅത്തുൽ അദാ അനി ത്വരീഖി സദഖ, ഒരു വഴിയിൽ നിന്ന് തടസ്സം മാറ്റൽ വരെ സദഖയാണ്. പിന്നെ അതിന്റെ നേർ വിപരീതമായ കാര്യമാണ് വഴി തടസ്സം ഉണ്ടാക്കുന്നത്. അതെന്തായാലും പാടില്ല. മാത്രമല്ല തെറ്റുകളെ എതിർക്കാനുള്ള വഴി ഒരിക്കലും പരസ്യമായി ഒച്ചയും വിളിയും കൂട്ടലല്ല. ആ തെറ്റ് ചെയ്ത ആളെ പോയിട്ട് രഹസ്യമായി ഉപദേശിക്കണം. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും അപ്പണി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഒരാൾ ചെയ്യില്ല. കാരണം നാട് നന്നാവണമെന്നല്ല അവിടുത്തെ ഉദ്ദേശം. മറ്റവും പോക്കാണെന്ന് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തി അടുത്ത തവണ അമ്മക്ക് കയറണം, അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഇസ്ലാമിൽ ഒരിക്കലും ഈ ജാതി തിന്മ തിരുത്തൽ പറഞ്ഞിട്ടില്ല. ഭരണാധികാരിയെ തിരുത്തണം, അവനെ രഹസ്യമായിട്ട് ഉപദേശിക്കണം എന്നാണ്. പരസ്യമായി നാട്ടുകാരെ മുന്നേറ്റിട്ട്, ഉദാഹരണത്തിന് ഞാൻ ഇവിടെ മെമ്പറിന് കുത്തു പറയുന്ന ഇടയിൽ ഒരാൾ വന്നിട്ട് എന്റെ ഒരു തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എനിക്കത് ഇഷ്ടപ്പെടും? ഒരിക്കലും എനിക്കിത് ഇഷ്ടപ്പെടില്ല. അത് മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ആള് നന്നാവണം, നാട് നന്നാവണം എന്നാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അയാളെ രഹസ്യമായി വിളിച്ച് ഹദീസിൽ കാണാം, നീ അവന്റെ കൈ പിടിക്കണം, ഭരണാധികാരിയുടെ കൈ പിടിക്കണം. കൈ പിടിച്ച് നീ അവനെ ഉപദേശിക്കും. എന്താ കൈ പിടിക്കുന്നത്? അവന് നിന്റെ അടുക്കൽ നിന്നുള്ള റിഫ്റ്റ്, നിന്റെ അടുക്കൽ നിന്നുള്ള ആ നന്മ ബോധ്യപ്പെടാൻ വേണ്ടി അങ്ങനെ നീ അവനെ ഉപദേശിക്കണം എന്നാണ്. എന്ന് നമ്മുടെ നാട്ടിലോ അയാളെ ഇനി വിളിക്കാത്തൊരു ചീത്ത ഉണ്ടാവില്ല നാട്ടുകാരെ മുന്നേച്ചിട്ട്, പിന്നെ അയാൾ നന്നാവും? ഒരിക്കലും നന്നാവൂല. ഇസ്ലാം ഒരിക്കലും കുറെ വൈകാരിക പ്രകടനങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നിട്ടില്ല. ഒരാളെ ഉപദേശിക്കണമെങ്കിൽ അത് റോട്ടിൽ ഇറങ്ങിയിട്ടല്ല, അയാളെ പോയി നിങ്ങൾ നല്ല രൂപത്തിൽ അള്ളാനെ പറഞ്ഞ്, അള്ളാന്റെ കാര്യം പറഞ്ഞ്, ദീനിനെ പറ്റി പറഞ്ഞ്, പരലോകത്ത് രക്ഷപ്പെട്ട കാര്യത്തെ കുറിച്ച് പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തക്കളിൽ നന്നാവും. നാട്ടിൽ ആൾക്കാർ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്താൽ പോലും രഹസ്യം കൊടുത്തായിരിക്കും. അത് അപ്പൊ തന്നെ വന്ന് പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയും, ഞാൻ മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഒരാളെ എങ്ങനെ തിരുത്തിയാൽ അത് പരസ്യമായിട്ട് തിരുത്തുള്ളൂ. അതുകൊണ്ട് ആളുകൾ നന്നായിക്കൊള്ളണമെന്നില്ല.
വ്യക്തികളെ ഉപദേശിക്കുമ്പോൾ ഏറ്റവും നല്ല വഴി രഹസ്യമായി ഉപദേശിക്കലാണ്. അപ്പൊ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ സ്ത്രീകളെ നിങ്ങൾ അടുക്കളയിലേക്ക് ആട്ടിത്തെളിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ ദീനിന്റെ നിലപാട് എന്താണ് എന്ന് പഠിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ദീനിലെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾ. ഒരാൾ പറഞ്ഞു കാഫർ എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലാക്കിയിട്ടും അതിനെ എതിർക്കുന്നവനാണ് കാഫർ. അതായത് ഇസ്ലാമാണ് സത്യം എന്നൊക്കെ മനസ്സിലായി എന്നിട്ടും അതിനെ എതിർത്താൽ മാത്രമേ കാഫർ ആവുള്ളൂ. അതല്ലാത്ത ഹിന്ദുക്കളും യഹൂദന്മാരും നസ്രാനികളും അവരൊന്നും കാഫർ എന്ന് വിളിക്കാൻ പാടില്ല. ചിലപ്പോൾ അവർക്ക് അറിയില്ലെങ്കിലോ അപ്പൊ അവർ കാഫർ എന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ സഹോദര നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു അല്ലദീന കഫറു ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബുകാരിൽപ്പെട്ട കാഫറുകൾ. അള്ളാഹു അവിടെ പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? ആർക്കും വ്യക്തമാണ്. ആ നാട്ടിൽ ജീവിച്ചിരുന്ന ബാക്കി യഹൂദന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. അവരോട് ഓരോരുത്തരോടും പോയി നീ ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, ഇസ്ലാമിന്റെ സംശയങ്ങളെ കുറിച്ചൊക്കെ അറിയോ, എല്ലാം മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവനെ കാഫർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദീനിലെ കാര്യങ്ങൾ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിമിനോട് പല ബാധ്യതകളുണ്ട്. അതിൽപ്പെട്ടതാണ് അവന്റെ ജനാസയിൽ പങ്കെടുക്കൽ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പത്തുള്ള ഏതെങ്കിലും വേലായുധേട്ടം മരിച്ചെന്ന് കേൾക്കുക. അപ്പൊ നമ്മൾ പറയും അയാൾ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കില്ല, അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക എന്ന് ആരെങ്കിലും പറയും? അയാൾ കാഫർ എന്നല്ല എല്ലാവരും പറയുള്ളൂ. അതേ നമ്മൾ പറയുന്നുള്ളൂ. അയാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ഇല്ലേ, ഈ ജാതി കാര്യങ്ങൾ അത് അള്ളാഹു അയാൾ നമ്മുടെ കാര്യമാണ്. അയാൾ എന്താണ് വിളിക്കേണ്ടത്? കാഫിർ എന്നാണ് വിളിക്കേണ്ടത്. ഒരു സംശയം. അയാൾ എല്ലാം പഠിച്ചിട്ടാണ് പിന്നെ നിഷേധിക്കുന്നത്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നല്ലെങ്കിൽ കാഫിർ അല്ലെങ്കിൽ മുസ്ലിമാണ്. രണ്ടിലേതെങ്കിലും ഒന്നാണ്. കാഫിർ എന്ന് വിളിക്കാൻ പറ്റില്ല പിന്നെ മുസ്ലിമാണ്. അങ്ങനെ നിങ്ങൾ മുസ്ലിമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് പിന്നെ അയാൾക്ക് വേണ്ടി നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം, അയാളെ കണ്ട സലാം പറയണം, അയാളെ എല്ലാ കാര്യത്തിലും ഇസ്ലാമികമായ സ്വഭാവങ്ങൾ അയാളുമായിട്ട് നിങ്ങൾ നടത്തണം. 5 വക്ത് നിസ്കരിക്കാൻ വന്നിട്ടില്ല, എന്തെങ്കിലും നിസ്കരിക്കാൻ വരാത്തെന്ന് ചോദിക്കണം. ഇതൊക്കെ അയാൾ ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. അയാൾ കാഫിറാണ് എന്ന് നിങ്ങൾ പേരിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഇതൊക്കെ വെറും മുട്ടുന്യായങ്ങളാണ്. അത്തരം ന്യായങ്ങൾ നമ്മൾ ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ പറയരുത്. നമ്മൾ ഒരിക്കലും ഇസ്ലാമിനെതിരായ ഒരു അവസ്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ദീനാണ്. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി, എന്റെ ജീവിതം എന്റെ മരണം അള്ളാഹുവിനാണ് എന്ന് എല്ലാ നിസ്കാരങ്ങളിലും പല ആളുകളും പറയുന്നുണ്ട്. സുന്നത്തായ പ്രാർത്ഥനയാണ്. അപ്പോ സഹോദര പറയുന്നത് സത്യസന്ധമാണെങ്കിൽ നമ്മൾ ആ പറയുന്നതനുസരിച്ച് ജീവിക്കണം. നമ്മുടെ ജീവിതവും മരണം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. നമ്മൾ മുസ്ലിമാണ്. ഇസ്ലാമിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. സഹാബികൾ അവരുടെ മാറിടം കാണിച്ചു കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചത് ഈ ദീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദീനിനെ കുറിച്ചുള്ള ബോധ്യവും തിരിച്ചറിവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിനൊരു വില കുറഞ്ഞ കാര്യമായി എന്തിനും സംസാരിക്കുക, എന്തിനും മറുപടി പറയുക എന്ന ചിന്താഗതി നമുക്ക് ഉണ്ടാവണം. അറിയാത്ത കാര്യത്തിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് പനി വന്നു, ആയിക്കോട്ടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഏതെങ്കിലും മരുന്ന് കൊണ്ടിട്ട് തിന്നോന്നറിയോ? ഇല്ല. ഡോക്ടറേറ്റിന് പഠിച്ച വൈദ്യശാസ്ത്രം പഠിച്ച ആളുകളുടെ അടുക്കൽ പോയി ചികിത്സിക്കും. ഏത് കാര്യത്തിലും വീടുണ്ടാക്കാൻ പോവാണ്, നമ്മൾ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, എന്നാലും ഞാനത് പറഞ്ഞുതരും അതേപോലെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും നമ്മൾ. ഇല്ല, എഞ്ചിനീയറിംഗ് പഠിച്ച ആളെ പോയിട്ട് വീടുണ്ടാക്കാൻ ഏൽപ്പിക്കണം. അതുപോലെ തന്നെയാണ് ദീനിന്റെ കാര്യവും. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അലിഫ് ബാവ് പഠിക്കാത്ത ആൾക്കാർ, അലിഫും ബാവും വേർതിരിച്ചറിയാത്ത ആൾക്കാർ വരെ എന്ന് അഭിപ്രായം പറയാം. എന്താ സംസാരിക്കാൻ കഴിവുണ്ടായാൽ മതി. വാട്സപ്പിൽ എഴുതാൻ കഴിവുണ്ടോ, ഫേസ്ബുക്കിൽ എഴുതാൻ കഴിവുണ്ടോ, കുറച്ച് ഒച്ചടാൻ കഴിവുണ്ടോ, എല്ലാവരും ദീനിന്റെ കാര്യത്തിൽ സംസാരിക്കാം. നമ്മൾ നമ്മുടെ ദുനിയാവിന്റെ കാര്യത്തിൽ ഇത് ചെയ്യില്ല. പല ആളുകളും ഇതിന് സംശയം ഉന്നയിച്ചിട്ട് പല ആളുകളിലും കാണുന്ന സ്വഭാവം ഇതാണ്. സഹോദര, നമ്മുടെ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മളിത് ചെയ്യില്ലല്ലോ. അതിനേക്കാൾ നമുക്ക് സൂക്ഷിക്കാൻ അർഹതയുള്ളത് നമ്മുടെ ദീനാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ ഒന്നും അർഹതയില്ലാത്തവരെ നമ്മളെ ഏൽപ്പിക്കില്ലെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ദീന് പഠിച്ചവരാണെന്ന് പറയുന്നത്. പഠിക്കാത്ത എല്ലാവർക്കും അതിൽ കയറി അഭിപ്രായം പറയാനുള്ള അവകാശമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സത്യം മനസ്സിലാക്കുക എന്നതായിരിക്കുക നമ്മുടെ ഉദ്ദേശം. അതല്ലാതെ അസത്യത്തിനു വേണ്ടി സംസാരിക്കുക എന്നതും നാട്ടിൽ നടപ്പുള്ള രീതിക്കെതിരെ സംസാരിക്കാനുള്ള പേടിയുമൊന്നും നമ്മെ സ്വാധീനിക്കാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ്ഖിനെ ഹഖ്ഖായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.